الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. സമാദരണീയരായ നമ്മുടെ വേദിയിലെ ഇബ്രാഹിം ഫൈസി അവർ, അഭിനന്ദനായ ടി.എച്ച്. ദാരിമി, അബ്ദുള്ള ഫൈസി, വേദിയിലുള്ള അബൂബക്കർ ദാരിമി ആലമ്പാടി, അബൂബക്കർ ദാരിമി താമരശ്ശേരി, അഭിനന്ദനായ ബഹൂർ സാഹിബ്, ബഹുമാനായ അലി മൗലവി നാട്ടുകൾ, ഈ പ്രൗഢമായ സദസ്സിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും പോഷക ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട നേതാക്കൾ, യുവ പ്രവർത്തകർ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള നിങ്ങൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഔദ്യോഗിക കീഴ്ഘടകമായ സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളന പ്രമേയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യമാതാവിന്റെ പേരറിയപ്പെടുന്ന ഈ നഗരത്തിൽ വെച്ചു തന്നെ നമ്മുടെ പൈതൃകത്തെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്താൻ കളമൊരുക്കിയ നിങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘാടകർക്കും ഒത്തുകൂടിയവർക്കും സഹകരിച്ചവർക്കും ഇതിനുവേണ്ടി പണിയെടുത്തവർക്കും ഒക്കെ അർഹതപ്പെട്ട പ്രതിഫലം ഇരുവീട്ടിലും നൽകുമാറാവട്ടെ. കേരളം എല്ലാറ്റിനും ഒരു മാതൃകയാണ്. നമുക്കറിയാം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹം, അതുപോലെ ലോകത്തെ മൊത്തം മുസ്ലിം സമൂഹം എല്ലാം നമ്മുടെ ചർച്ചയുടെ പരിപ്രേക്ഷ്യത്തിൽ ഉൾപ്പെടുന്നവയാണ്. ലോക മുസ്ലിം സമൂഹത്തിന്റെ ഇന്നുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് പത്രദ്വാര അതുപോലെ തന്നെ വിഷ്വൽ മീഡിയകളിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഐക്യമില്ലായ്മയും അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോ ഒരു നേതൃത്വമോ ഇല്ലായ്മയും മുസ്ലിം സമൂഹത്തെ ഇന്ന് കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ള അപകടകരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വളരെ ഖേദമുണ്ട്. വിശുദ്ധമായ റമദാനിന്റെ രാവുകളിൽ പോലും, 27-ാം രാവിന്റെ പവിത്രതയുള്ള ദിവസങ്ങളിൽ പോലും ഈജിപ്തിന്റെ മണ്ണിലൊക്കെ നടന്ന അപകടകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ കണ്ണുനീർ വാർക്കുവാനും ദുഃഖിക്കുവാനുമല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ. അറഫ പുണ്യഭൂമിയിൽ മുസ്ലിം സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമായ ചിത്രങ്ങളാണ് ലോകത്തിന്റെ നാനാ മേഖലകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ ഭിന്നമായി മുസ്ലിം സമൂഹത്തിന്റെ സംഘശക്തി എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ കൊച്ചു കൈരളിയിലെ മുസ്ലിം സമൂഹത്തിന് സുസാധ്യമായിട്ടുണ്ട് എന്നത് അഭിമാനത്തോടെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. എങ്ങനെ സംഘടിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ദിശാബോധം. ആ ദിശാബോധത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് മതബോധമാണ്. മതബോധമുണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം സമൂഹത്തിന് കേവല വൈകാരികതയിൽ നിന്നും വിഭിന്നമായി വൈചാരികതയിലേക്ക് മനസ്സ് തുറന്നുകൊണ്ട് സമൂഹത്തിൽ ഇസ്ലാമിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയും. മുസ്ലിം എന്ന വികാരത്തെക്കാൾ പ്രധാനമുള്ളത് ഇസ്ലാമികമായ ഒരു വൈചാരികതയാണ്. കേവലം വികാരത്തിനടിപ്പെടുന്ന മുസ്ലിം സമൂഹമാണ് ലോകത്ത് പലപ്പോഴും ഉള്ളത് എന്ന് വാർത്താദ്വാര നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സെൻസേഷണൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും പൊട്ടിപ്പുറപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന്റെ വൈകാരികത പക്ഷേ അവന്റെ ആദർശത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെക്കുറിച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നത് തികച്ചും നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മിൽ പലർക്കും ഇന്ന് അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് പോലും തോന്നത്തക്ക വിധമാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവായ പ്രശ്നങ്ങളിൽ നമ്മൾ വളരെയധികം ഗൗരവം കാണിക്കുകയും അടിസ്ഥാനപരമായി നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യും. നമുക്ക് മുസ്ലിം എന്ന പേര് പോരാ, മുസ്ലിം എന്ന വികാരം പോരാ,
അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉദ്ഖുലൂ ഫിസ്ലിമി കാഫ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപൂർണമായ മുസ്ലിമായി ജീവിക്കാനാണ് മുസ്ലിം സമൂഹത്തിന്റെ കടമ. എന്തുകൊണ്ട് ലോകത്ത് മുസ്ലിം സമൂഹത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിന് വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് സംഭവിക്കാനിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചും ഒക്കെ വളരെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടല്ലോ. യൂശിഫു അൻ തദഅ അലൈക്കുമുൽ ഉമം, ആളുകളെ നിങ്ങളെ പിടിച്ചു വലിക്കും, നിങ്ങളെ ആക്രമിക്കും. ഏതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ മറ്റുള്ളവർ എങ്ങനെ ഭുജിക്കാൻ കൈനീട്ടുന്നുവോ കമാ തദഅ അൽ ആഖിബതു ഇലാ ഖസ്അതിഹ, ഭക്ഷണത്തളികയിലേക്ക് ആളുകൾ കൈ നീട്ടും പോലെ നമ്മളെ ഓരോരുത്തരും പങ്കുവെക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തളികയിൽ ഭക്ഷണം വെച്ചിരിക്കുന്നു, സങ്കല്പിച്ചു നോക്ക്, എന്ത് മനോഹരം. അഷ്റഫുൽ ഖൽഖിന്റെ ഉദാഹരണങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്നതും ഒരാൾക്ക് ചിന്തിച്ച് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. എന്തൊരു ശാസ്ത്രീയമായ ഉത്ബോധനം, എന്തൊരു മാനസികമായ ഉത്ബോധനം. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ പലരും പങ്കുവെച്ച് കഴിക്കുന്നു, അവസാനം പാത്രം ശൂന്യമാകും. മുസ്ലിം എന്ന് പറയുന്ന ഈ വികാരമുള്ള മുസ്ലിം സമൂഹത്തെ പലരും പങ്കുവെക്കും. ഓരോരുത്തരും ഓരോ സംഘമായി, ഓരോരുത്തരും ഓരോ രീതിയിൽ ഇതിനെ പങ്കുവെച്ചുകൊണ്ട് മുസ്ലിം ഇല്ലാതെ ഓരോരുത്തരും സംഘടനാവൽക്കരിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഓരോ താല്പര്യങ്ങൾക്ക് വിധേയരായി മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? മുസ്ലിം സമൂഹം ശൂന്യമായ പാത്രം പോലെയാകുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ബഹുമാന്യരായ സ്വഹാബത്ത് ചോദിക്കുന്നു, ആമിൻ ഖില്ലത്തിൻ നഹ്നി യാ റസൂലല്ലാഹ്, ഞങ്ങളെന്ന് എണ്ണത്തിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്, ഞങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? മുസ്ലിം സമൂഹം ദുർബലമായി പോകുന്നത് കൊണ്ടാണോ? ബലമില്ലാതെ സംഘബലമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്ന? എണ്ണത്തിൽ കുറവ് കൊണ്ടാണോ? അല്ല. അവിടെ പ്രവാചകർ ഉപയോഗിച്ചൊരു പദം നമുക്ക് കാണാൻ കഴിയും. അന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഖസീറൂൻ എന്നാണ് പറഞ്ഞത്. അന്ന് നിങ്ങൾ കുറച്ചല്ല, ധാരാളം ആളുകൾ ഉണ്ടാകും. പക്ഷേ സംഭവിക്കുന്ന വലാകിന്നകും ഉസാഉൻ കഉസാഇ സൈൽ, നിങ്ങൾ എങ്ങനെയായിരിക്കും? ഉസാഉൻ കഉസാഇ സൈൽ, ഒഴുകുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും നിങ്ങൾ, ചപ്പ് ചവറുകൾ പോലെ. മഴവെള്ളത്തിൽ ചപ്പ് ചവറുകൾ ഒഴുകുമ്പോൾ എങ്ങോട്ടാണോ ഒഴുക്ക്, ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കും. ഒഴുക്കിനനുസരിച്ച് നീന്താൻ ഒരിക്കലും മനുഷ്യന് ജീവൻ ആവശ്യമില്ല, ശവമതിയല്ല. ഒഴുക്കിനെതിരെ നീന്താനാണ് മതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാം നമുക്കെതിരാകുമ്പോഴും മതം മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്ന സമൂഹത്തെ കെട്ടിപ്പടുക്കണം. ആ സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അതാണ് മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ. തിരുദൂതർ നമ്മളോട് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് നിങ്ങൾ വളരെ കൂടുതൽ ആളുകളാണ്, പക്ഷേ നിങ്ങൾ ഒഴുകുന്ന ചണ്ടികളെ പോലെ. മാത്രമല്ല, ആ സന്ദർഭത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഹൻ അവർക്ക് പിടികൂടുമെന്ന് പറയും. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകർ പറയുന്നു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ടു കാര്യങ്ങളാണ് മുസ്ലിം സമൂഹത്തെ അപകടത്തിൽപ്പെടുത്തുന്നത്. ഒന്ന് ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള ഭ്രമം, ജീവിക്കണമെന്ന മോഹം, കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ്. ഇവിടുന്ന് മരിച്ചു പോകണമെന്ന ചിന്തയില്ലാത്ത മനുഷ്യൻ ഭൂമുഖത്ത് കാലാകാലം ജീവിക്കുമെന്ന ചിന്തയിൽ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും സ്ഥാനമാനങ്ങൾ കൂടുതൽ കൂടുതൽ കിട്ടുന്നതിനും വേണ്ടിയുള്ള അവന്റെ ത്വര, അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അപകടത്തിലേക്ക് എത്തിക്കുന്നത്. പരസ്പര ബന്ധങ്ങൾ തകരുന്നത് അവിടെയാണ്. നമ്മുടെ ബോധം തകർന്നു പോകുന്ന അവിടെയാണ്. കൗടുംബിക ബന്ധങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുന്നപ്പോഴാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്, നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ആദ്യമായി നമുക്ക് ആദർശപരമായി ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. അതോടുകൂടി നമ്മൾ മതം പഠിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മുഴുവൻ സംഘടിപ്പിക്കണം. ഇസ്ലാമിക ദഅവത്ത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ഞാൻ നമസ്കരിക്കും പോലെ എന്റെ സുഹൃത്ത് നമസ്കരിക്കണമെന്ന ചിന്തയിലേക്കാണ്. അദ്ദീനു അന്നസീഹ, മതം എന്നാൽ ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷ നിർഭരമായ പ്രവർത്തനം ഓരോ മുസ്ലിമും നടത്തുമ്പോൾ സമൂഹത്തിൽ അവൻ ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. അവന്റെ കേവല സമ്പാദ്യമോ അവന്റെ പ്രവർത്തനമോ മാത്രമല്ല അവന്റെ മുമ്പിലുള്ള ലക്ഷ്യമെന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മളെ ലോകത്ത് കാണുന്ന അങ്ങനെയാണോ? ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ ഇസ്ലാമിക ദഅവത്ത് വളരെ പ്രധാനമല്ലേ? ആ ദഅവത്ത് നിർവഹിക്കാനല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ സമൂഹത്തോട് അറഫാ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചത്? പാരസ്പര്യ ബന്ധങ്ങളെ കുറിച്ചല്ലേ? നമസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ സമൂഹത്തെ കൂടുതൽ തെറ്റിപ്പെടുത്തുന്നതിന് പകരം ആരാധനാ കർമ്മങ്ങളെ അധിഷ്ഠിതമായ ഒരു ക്രമീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ ഊന്നി പറയുന്നതിന് പകരം മാനുഷിക ബന്ധങ്ങളെ കുറിച്ചും പ്രവിശാലമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും ബന്ധങ്ങൾ മുറിയാതെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പവിത്രതയെ കുറിച്ചും ഈ ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചുമല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനർഘമായ ആ നിമിഷത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്. മദീനയിൽ വെച്ച് അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരം, മദീനയിൽ വെച്ച് അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ നോമ്പ്, ഇസ്ലാമിന്റെ കർമ്മങ്ങളെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ കിട്ടിയ അവസരത്തിൽ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത് ബന്ധങ്ങൾ നല്ലവണ്ണം സുദൃഢമായി നിർത്തുവാനാണ്. എന്തിനധികം ഭാര്യാഭർത്തൃ ബന്ധം പോലും. അലാ ഇന്നലക്കും അലാ നിസായിക്കും ഹഖൻ വലിനിസായിക്കും അലൈക്കും ഹഖ. അറഫാ പുണ്യഭൂമിയിലെ പ്രസംഗത്തിൽ കുടുംബത്തിൽ നിന്നും ആരംഭിക്കേണ്ട ഐക്യത്തെ കുറിച്ച് പറയും, സാംസ്കാരികതയെ കുറിച്ച് പറയുന്നു. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ കഹുർമതി ശഹരിക്കും ഹാദാ കഹുർമതി ബലദിക്കും ഹാദാ. ഈ നാട് പോലെ മാസം പോലെ സ്ഥലം പോലെ പവിത്രമാണ് നിങ്ങൾക്ക്. ആരാന്റെ സമ്പത്തോ അവന്റെ രക്തമോ നിങ്ങൾ ഒരിക്കലും കളങ്കപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ ചെയ്ത മനോഹരമായ ആ പ്രസംഗം, ആ മനോഹരമായ പ്രസംഗം എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധ ദീൻ സമൂഹത്തിന് സമർപ്പണം ചെയ്തത്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ അന്യ സമുദായത്തിൽപ്പെട്ട ആളുകളെ പോലും അത് ആകർഷിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ നാട്ടിലെ പാലക്കാട് ജില്ലക്കാരനായ ഒരു കവി രാഘവൻ നായർ മനോഹരമായിട്ട് ഈ പ്രസംഗം ഇങ്ങനെ പഠിച്ചിട്ട് അദ്ദേഹം മനോഹരമായിട്ട് അത് വിവർത്തനം ചെയ്ത് മലയാളത്തിൽ ആ പ്രസംഗത്തെ കുറിച്ച് അദ്ദേഹം മനോഹരമായ ഈ മാസം ഈ ദിനം പുണ്യഭൂമി ഒക്കെയും നിങ്ങൾക്ക് ശ്രേഷ്ഠമല്ലോ എന്ന പോലല്യന്റെ സ്വാഭിമാനം സമ്പത്ത് ജീവൻ ഇത്യാദിയെല്ലാം സംരക്ഷിച്ചിടുവാൻ നിങ്ങളെല്ലാം ബാധ്യസ്ഥരാണെന്നറിഞ്ഞിടേണം. അത്ര മനോഹരമാണ്. ഒരു ഹിന്ദു സുഹൃത്തിനെ അത് എത്രമാത്രം ആകർഷിച്ചു ആ പ്രസംഗം. അതാണ് ലോകത്തിന് അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സന്ദേശം. ആ സന്ദേശത്തിൽ ലോകത്തെ മുസ്ലിമിനെ ഒന്നിച്ചു നിർത്തുവാൻ പോരാ, ലോകത്തെ മനുഷ്യനെ ഒന്നിച്ചു നിർത്തുവാൻ മാനവികതയുടെ ഒരു അതിർവരമ്പിനുള്ളിൽ മനുഷ്യനെ നിർത്തിക്കൊണ്ട് ശരിക്കും ഒരു സാമൂഹ്യ ബന്ധത്തിന്റെ അടിസ്ഥാനം പഠിപ്പിച്ചു പരിശുദ്ധ ദീൻ. എവിടെ പോയി നമ്മുടെ സമൂഹത്തിൽ ആ ചിന്ത? എവിടെ പോയി നമ്മുടെ സമൂഹത്തിന് ആ വികാരം? അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നതിന് പകരം കേവലം വികാരപ്പെടാനല്ലേ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ മാതൃരാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനമായ നമ്മുടെ കേരളം പടച്ചറപ്പിന്റെ അനുഗ്രഹത്താൽ ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, മുസ്ലിം ഐക്യത്തിന്റെ മനോഹരമായ ഇടം അവിടെ. എന്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? അതാണ് നമ്മുടെ ചർച്ച. പൈതൃകത്തിന്റെ 15-ാം നൂറ്റാണ്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോ നമ്മുടെ പൈതൃകം നമുക്ക് എവിടെ നിന്ന് ദീൻ കൈവശം കിട്ടി? നമുക്ക് വന്ന ദീൻ കേവലം നമ്മുടെ കണ്ടുപിടുത്തമല്ല, നാം അത് ശരിക്കും ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതല്ല, എവിടുന്നോ കൈവന്നതോ ആരെയോ കണ്ട് നാം ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുന്നതോ അല്ല. നമുക്ക് എങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമുക്ക് കിട്ടിയെന്നതിനെ കുറിച്ചുള്ള ചിന്ത വളരെ പ്രധാനമാണ്. കടന്നു വന്ന വഴികളെ കുറിച്ച് ചിന്തയില്ലാത്തവൻ തീർച്ചയായും പൂർവ്വകാല സമൂഹത്തോട് നന്ദി കാണിക്കാത്തവൻ, കൃതജ്ഞനാണ്. കൃതജ്ഞതാബോധമുള്ള ഒരു മനുഷ്യൻ പഴയകാല സമൂഹത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഓർക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എങ്ങനെ കടന്നു കിട്ടി നമ്മുടെ നാട്ടിലേക്ക്? എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം എന്ന് പറയുന്നത് ഒരു പുതുമയുള്ളതല്ല, അതൊരു പുതിയ സിദ്ധാന്തമല്ല. സമസ്ത കേരളത്തിലെ സമൂഹത്തിന് മുമ്പിൽ പുതിയൊരു ആശയവും മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ. ഇസ്ലാമികമായ ആദർശ വിഷയത്തിൽ സമസ്തക്ക് സ്വന്തമായ ഒരു ആശയമില്ല. അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. സമസ്ത പുതിയൊരു ആശയമോ പുതിയൊരു കണ്ടുപിടുത്തമോ അല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പുണ്യ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പൂർത്തീകരിച്ച ഒരു ദീനുണ്ട്. ആ ദീനിനെ നേരാമണ്ണം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കൊണ്ടുവന്ന പ്രബോധകന്മാരുണ്ട്. ആ പ്രബോധക ശൃംഖല പരിശോധിച്ചു നോക്ക് നിങ്ങൾ. നമ്മുടെ കേരളത്തിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കടന്നു വരുന്നത് മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല സംഘവും കടന്നു വരുമ്പോഴാണെന്ന് പരക്കെ നമ്മൾ പറയുന്നു. പക്ഷേ അവര് വിടുന്നതിന്റെ മുമ്പേ ദീൻ നമ്മുടെ കേരളത്തിലെത്തിയിട്ടുണ്ട്. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല സംഘവും കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ദീനിന്റെ വ്യാപകമായ പ്രചരണത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അതിന്റെ എത്രയോ മുമ്പ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തിച്ച മഹത്തുക്കളുണ്ട്. ഷെയ്ഖ് ലഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ തങ്ങളെ പോലുള്ള മഹത്തുക്കൾ ആദമല കാണാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ഇറങ്ങിയതും കൊച്ചിയിൽ അവർ രാജാവിനെ കണ്ടതും ചന്ദ്രന്റെ പിളർപ്പ് സംഭവങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതും രാജാവിനത് കാണുവാൻ താല്പര്യമുണ്ടായതും അങ്ങനെ അദ്ദേഹം ആ താല്പര്യത്തോടു കൂടി ഇങ്ങോട്ട് കടന്നു വന്നതും ഒക്കെ ചരിത്രത്തിലുണ്ടല്ലോ. പഴയകാല ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. ഖാദി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്ര പുസ്തകത്തിൽ മനോഹരമായി അദ്ദേഹം പറഞ്ഞു, ചന്ദ്രന്റെ പിളർപ്പ് കണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് രാജാവ് പുറപ്പെട്ട വിവരം, അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളൊക്കെ വളരെ മനോഹരമായി കവിതയിൽ
ബില്ലാഹി വന്നബി ഫസാറാ മുഅ്മിനാ. ചന്ദ്രന്റെ പിളർപ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ട ഒരാൾ, ആ രാജാവ് ബാണപ്പെരുമാൾ യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ എത്തുകയും പരിശുദ്ധ ഹബീബിനെ കാണുകയും ചെയ്തു എന്ന് ചരിത്രം പറയും. അതൊരു ദീർഘമായ ചരിത്രമാണ്. ആ ബാണപ്പെരുമാളിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹത്തിലൂടെ പിന്നീട് കേരളത്തിലേക്ക് പ്രബോധകന്മാർ കടന്നു വരികയും ചെയ്ത സംഭവം കാണുവാൻ കഴിയും. അങ്ങനെ കൊച്ചു കേരളത്തിലേക്ക് പരിശുദ്ധ ദീൻ കടന്നു വരികയും അവർ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അതിനു മുമ്പേ ഈ കേരളക്കരയിൽ പ്രബോധകന്മാർ വന്നു എന്നതിന്റെ തെളിവാണ് രാജാവിന് ഈ ചന്ദ്രന്റെ പിളർപ്പിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഷേഖ് നഹീറുദ്ദീൻ ഉണ്ടായത്. അതുപോലെ എത്രയോ പ്രമുഖരായ കച്ചവടക്കാർ നമ്മുടെ കേരളത്തിൽ മുമ്പ് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇസ്ലാമിക പ്രബോധകരായിരുന്നില്ലെങ്കിലും അവര് മുഖേന ഇസ്ലാമിനും കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ ശരിയായ പ്രബോധകന്മാർ എന്ന രീതിയിൽ ദീനീ ദഅവത്തെ ലക്ഷ്യമാക്കി മാത്രം നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ നങ്കൂരമിട്ട ആ കപ്പൽ, അതിൽ നിന്നും പ്രസരിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രസരണം, അത് കേരളത്തിലെ ശരിയായ ജനകീയ പ്രബോധനമായി. ആ ജനകീയ പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തത് അവരാദ്യമായി ചെയ്ത പ്രവർത്തനം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പള്ളികളിൽ. കേരളത്തിലെ ഇസ്ലാമിക പൈതൃകത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ, സുന്നി യുവജന സംഘം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തെ കുറിച്ചാണ് കൂടുതൽ വിശദമാക്കുന്നതും പ്രമേയം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കണം. നമ്മൾ കൊച്ചു കേരളത്തിൽ അവർ ഏതൊക്കെ പ്രദേശങ്ങളിൽ സൗകര്യമുണ്ടോ എന്ന് പരിശോധിച്ച് അവിടങ്ങളിലൊക്കെ പള്ളികൾ കെട്ടി. ആ പള്ളികൾ കെട്ടി ആ പള്ളികളിൽ അവർ നേരിട്ട് ആരാധനക്ക് നേതൃത്വം കൊടുത്തു. ജനങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശരിയാവണ്ണം പഠിപ്പിച്ചു കൊടുത്തു. അവരെ കണ്ട് ജനങ്ങൾ ദീനുൽ ഇസ്ലാം വ്യക്തമായി പഠിച്ചു. ആ ജനകീയ പ്രബോധന ശൈലി അനുസരിച്ചുകൊണ്ട് അവർ ഓരോ പ്രദേശത്തും ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഓരോ ഖാദിമാരെ നിയമിച്ചു. ഈ ഖാദിമാരാണ് അതത് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശരിക്കും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന മാതൃകകളായി മാറിയത്. അങ്ങനെ കേരളത്തിൽ അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഈ ഖാദി നിയമനം, അത് ഒരു ഉമ്മത്തിനെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു നേതൃത്വത്തെ അവർ സമൂഹത്തിൽ അവതരിപ്പിച്ചതായി. അത് ഇസ്ലാമിന്റെ ശരിയായ മാനദണ്ഡമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് ഖാദിമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇതാബ് ബിൻ സൈദ് റളിയല്ലാഹു തആല ഖാദിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രദേശങ്ങളിലും, മദീനയിലും അനുബന്ധ പ്രദേശങ്ങളിലും ഒക്കെ പരിശുദ്ധ പ്രവാചകർ ഓരോ സ്ഥലത്തും പ്രത്യേകം പ്രത്യേകം ഖാദിമാരെ നിയമിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഒരു പള്ളി കെട്ടി ആ പള്ളിയിൽ ഖാദിയെ നിയമിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മാതൃക കാണിച്ചു. ചാലിയത്ത് നിർമ്മിച്ച പള്ളിയിലെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു. ഈ സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന മഹാൻ മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടിയെ, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹു ആ പ്രബോധക സംഘത്തിലെ പ്രമുഖനായി. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം കൊച്ചു കേരളത്തിൽ നമ്മുടെ പിതാക്കൾക്ക് കിട്ടിയെന്നതിനെ കുറിച്ചാണ്. എവിടുന്നാണ് നമ്മൾ ആവാഹിച്ചെടുത്തത്, ആരാണ് നമുക്കത് കൊണ്ടുവന്ന് തന്നത് എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ മുമ്പിൽ ആദ്യം വരേണ്ടത്. കേരളത്തിലേക്ക് മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കടന്നു വരുമ്പോൾ ആ കൂട്ടത്തിലെ പ്രമുഖനായിരുന്ന മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹു ചാലിയത്തിൽ പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയിൽ അദ്ദേഹം ഖാദിയായി ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുകയും ചെയ്തു. അതാണ് കോഴിക്കോട്ടെ ഖാദി കുടുംബത്തിന്റെ തലപ്പത്ത് കാണുന്ന ഖാദി. കോഴിക്കോട് ഖാദി കുടുംബത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. മലബാറിലെ ഏറ്റവും പ്രമുഖമായ ഖാദി കുടുംബമാണ് കോഴിക്കോട് ഖാദിമാർ. ചരിത്രത്തിലേറെ അറിയപ്പെടുന്നവർ. പിൽക്കാലത്ത് സർക്കാർ വരെ അംഗീകരിച്ച, ബ്രിട്ടീഷ് ഗവൺമെന്റ് വരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ അധികാരങ്ങളും പദവിയും കൊടുത്തിരുന്ന ആ കാലഘട്ടം വരെ പ്രതാപ കാലഘട്ടമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ആ കോഴിക്കോട് ഖാദിമാരുടെ തലപ്പത്തുള്ളത് സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹുവാണ്. ആ പ്രമുഖ ഖാദി കുടുംബത്തിൽ പ്രോജ്വലരായ പണ്ഡിതന്മാർ വന്നു. ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായിരുന്നു ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്, മുഹീദ്ദീൻമാരുടെ കർത്താവ്. അദ്ദേഹം ഒട്ടനവധി മനോഹരമായ കൃതികൾ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ ചരിത്രത്തിൽ സുവിദിതമാണ്. ഏറ്റവും പ്രധാനമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ കൃതി എന്ന് പറയുന്ന കവിതാ സമാഹാരം മുഹീദ്ദീൻമാല. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ അതുപോലെയുള്ള തത്തുല്യരും പ്രമുഖരുമായ പല പണ്ഡിതന്മാർക്കും കോഴിക്കോട് ഖാദി സ്ഥാനം വഹിക്കാൻ ഭാഗ്യമുണ്ടായതായി ചരിത്രം പറയും. അതിൽപ്പെട്ട പ്രമുഖനായ മറ്റൊരു വ്യക്തിത്വമാണ്, ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഫഖറുദ്ദീൻ റമദാനി ശാലിയാത്തി എന്ന മഹാപണ്ഡിതൻ. ഫഖറുദ്ദീൻ റമദാനി ശാലിയാത്തി എന്ന മഹാപണ്ഡിതൻ കോഴിക്കോട് ദർസ് നടത്തുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പള്ളി ദർസിൽ ഓതി പഠിച്ചിരുന്ന പ്രമുഖനായ ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയാണ് പിന്നീട് കേരളത്തിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതനായി ചരിത്രത്തിൽ അവരോധിക്കപ്പെട്ടത്. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ എന്ന് ചരിത്രം പറയുന്ന, ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനായ അബൂ യഹ്യ സൈനുദ്ദീൻ ബിൻ അലി എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ, ഫിഖ് പണ്ഡിതൻ, എല്ലാ വിഷയത്തിലും പ്രാവീണ്യമുള്ള മഹാൻ. ആ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാന്റെ കാലഘട്ടം
അതുപോലെ തന്നെ ഫഖറുദ്ദീൻ റമദാനി ഷാലിയാത്തി തങ്ങളുടെ കാലഘട്ടം, അതുപോലെ തന്നെ കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി എന്ന് പറയുന്ന ഖാദിയുടെ കാലഘട്ടം, മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ തന്റെ പ്രസിദ്ധമായ ബദർ പടപ്പാട്ട് കോഴിക്കോട്ട് വന്ന് കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി ഖാദി കോഴിക്കോട്ട് ദർസ് നടത്തുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പള്ളി ദർസിൽ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് മഹാനവർകൾ മുഹീദ്ദീൻ അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായ ബദർ പടപ്പാട്ട് ബദറുൽ കുബ്ര എഴുതിയത് എന്ന് ചരിത്രം പറയുന്നു. മൊയ്ൻകുട്ടി വൈദ്യർ തന്നെ അദ്ദേഹത്തിന്റെ കവിതയിൽ ഇക്കാര്യം വളരെ വിശദമായി വിശദീകരിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ കോഴിക്കോട് ഖാദി കുടുംബത്തിലൂടെ കേരളത്തിലേക്ക് പരിശുദ്ധ ദീൻ കടന്നു വന്നതിന്റെ ചരിത്ര ചിത്രമാണ്. മഹാനായ ഫഖറുദ്ദീൻ റമദാനി ഷാലിയാത്തി തങ്ങളുടെ പള്ളി ദർസിൽ ഓതി പഠിച്ച കുട്ടി, ആ കുട്ടിയാണ് പിന്നീട് ഈ പരിശുദ്ധ ഹറം ഷരീഫിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അവഗാഹം നേടാൻ ശ്രമിച്ചു. മതിയാകാതെ വന്നപ്പോൾ അദ്ദേഹം നേരെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധ സർവകലാശാലയായ ഈജിപ്തിലെ ഇസ്ലാമിക സർവകലാശാലയിലേക്ക് പോയി. അവിടെ ചെന്ന് ഇൽമു പഠിച്ചു. ആദ്യമായി വിദേശത്ത് വെച്ച് ഇൽമു പഠിച്ച് തിരിച്ചു വരുന്ന ഒരു പ്രമുഖ പണ്ഡിതൻ, അത് കൊച്ചു കേരളത്തിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം ഒന്നാമനായി. അദ്ദേഹം കേരളത്തിൽ വന്നു. ആദ്യമായി അദ്ദേഹം ചെയ്ത പ്രവർത്തനം ചരിത്ര പ്രസിദ്ധമായ ഈജിപ്തിലെ ദർസിനെ പോലെ മനോഹരമായ ഒരു ദർസ്, ജാമിഉൽ അസ്ഹറിലെ പോലെ മനോഹരമായ ഒരു ദർസ് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് പള്ളി വിപുലീകരിച്ച് നല്ല ഒരു ദർസ് സ്ഥാപിച്ചു. കേരളത്തിൽ അതുപോലത്തെ ഒരു ദർസ് മുമ്പ് എവിടെയുമില്ല. കോഴിക്കോട്ടെ പള്ളി ദർസിനേക്കാൾ കിടപിടിക്കുന്ന പള്ളി ദർസ്. ഞാൻ പറയുന്ന ഈ ചരിത്രം വളരെ വ്യക്തമായി നമ്മൾ ഓർക്കണം. കോഴിക്കോട്ടെ പള്ളി ദർസിനേക്കാൾ വലിയ മികവുള്ള പള്ളി ദർസ്. ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഒടുക്കാൻ തുടങ്ങി. ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഒടുങ്ങി. ജാവയിൽ നിന്ന്, സുമാത്രയിൽ നിന്ന്, ലക്ഷദ്വീപ് സമൂഹങ്ങളിൽ നിന്ന്, എന്തിനധികം അറബ് രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ അങ്ങോട്ട് കടന്നു വന്നു. യമനിൽ നിന്ന് പോലും വന്നു എന്ന് ചരിത്രം പറയും. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് യമനിൽ നിന്ന് പോലും പരിശുദ്ധ ദീൻ പഠിക്കുന്നതിന് വേണ്ടി ആളുകൾ വന്നു എന്ന് പറയപ്പെടും. അങ്ങനെ വിശുദ്ധ ദീനുൽ ഇസ്ലാം ഉൾക്കൊള്ളുന്നതിന് പഠിക്കുന്നതിന് വേണ്ടി ആളുകൾ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന മഖ്ദൂമിന്റെ പള്ളി ദർസിൽ ആളുകൾ പഠിച്ചു. ആ മഖ്ദൂമിന്റെ പ്രിയപ്പെട്ട പൗത്രൻ, അദ്ദേഹത്തിന്റെ പൗത്രൻ, അദ്ദേഹമാണ് ഇന്ന് നിങ്ങൾക്കറിയാം ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം ഷെയ്ഖ് അഹ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന ഫത്ഹുൽ മുഈന്റെ കർത്താവ്. ആ മഹാനുഭാവൻ ഇതുപോലെ വിദേശത്ത് വന്ന് ഇൽമു പഠിച്ചു. വിദേശത്ത് വന്ന ഇൽമു പഠിച്ചുകൊണ്ട് ദർസ് ഒന്നുകൂടി വിപുലീകരിച്ചു. ആ ദർസ് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ ഈ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരടക്കം, ഈ സദസ്സിലുള്ള പണ്ഡിതന്മാരടക്കം, ഞാനടക്കമുള്ള നമ്മുടെ സാധാരണക്കാരടക്കമുള്ള ആളുകൾ ഓരോരുത്തരും അലിഫ് എന്ന ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഹർഫ് നമുക്ക് ശർഈയായ ഇൽമു കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ശർഈയായ ഉലൂമിന്റെ വശം പിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ഗുരുവിന്റെ പരമ്പരയിലൂടെ മുകളിലേക്ക് കടന്നു ചെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ പരമ്പര ചെന്നെത്തുന്നത് പൊന്നാനിലെ മഖ്ദൂമിന്റെ വിളക്കത്തായിരിക്കും. മഖ്ദൂം അവിടെ സനദിന് വേണ്ടി ഒരു വിളക്ക് വെച്ചിരുന്നു. അന്ന് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ വിളക്കത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു അനുമതിയാണ്, വാക്കാൽ അനുമതി. അതിനായിരുന്നു പൊന്നാനിലെ വിളക്കത്തിരിക്കൽ എന്ന് പറയുന്നത്. വിളക്ക് ഒരു പ്രതീകമാണ്. അൽ ഇൽമു നൂറുൻ, ഇൽമു ഒരു നൂറാണ്, ഇൽമു ഒരു പ്രകാശമാണ്. ആ പ്രകാശമായിരുന്നു ബഹുമാനപ്പെട്ട മഖ്ദൂം അവിടെ നൽകിയത്. ആ ഇൽമു പഠിക്കാൻ കടന്നു വന്ന ആളുകൾക്ക് ആ വിളക്കിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്തിരുന്ന അനുമതി പത്രം, ആ അനുമതി പത്രം നേടിക്കൊണ്ട് പല ഭാഗത്തും ഇൽമു പഠിപ്പിച്ചു പണ്ഡിതന്മാർ. എനിക്കും നിങ്ങൾക്കും ഇൽമു പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രസിദ്ധ ഗുരുവര്യന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ. സത്യം പറഞ്ഞാൽ ഓരോരുത്തരും പരിശോധിച്ചാൽ അവന്റെ ഇൽമു പൊന്നാനിലെ വിളക്കത്ത് ചെന്നെത്തും. പൊന്നാനിലെ വിളക്കിൽ തൊടാതെ ഒരു ഇൽമും നമ്മുടെ കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പൊന്നാനി വഴിയാണ് നമ്മുടെ ഇൽമു കേരളത്തിൽ എത്തിയിട്ടുള്ളതെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് വ്യക്തമായ പൈതൃകമുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടതില്ലല്ലോ. 14 നൂറ്റാണ്ടും അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്നും കത്തിച്ചെടുത്ത ആ പന്തം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘം, അവർ ശരിക്കും അതിലൂടെ കടന്നു വന്ന് പൊന്നാനി വഴി ചെന്നാൽ പൊന്നാനിയിൽ നിന്ന് ആദ്യമായി ഇൽമു പഠിക്കാൻ വേണ്ടി കോഴിക്കോട്ട് വന്ന ബഹുമാനപ്പെട്ട ഒന്നാമത്തെ മഖ്ദൂമിലെത്തും. ഒന്നാമത്തെ മഖ്ദൂമിന്റെ ഗുരുവര്യൻ കോഴിക്കോട്ടെ പ്രമുഖനായ ഖാദി ഫഖറുദ്ദീൻ റമദാനി ഷാലിയാത്തി തങ്ങളിലെത്തും. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പരമ്പരയിലൂടെ ചെന്നാൽ മാലിക് ബിൻ ഹബീബ് തങ്ങളുടെ പേരക്കുട്ടിയിലെത്തും. മാലിക് ബിൻ ഹബീബ് തങ്ങളുടെ പേരക്കുട്ടിയിലെത്തിയാലോ അത് മാലിക് ബിൻ ഹബീബ് വഴി നേരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തും. ആ ഒരു ശ്രേണി, അതൊരു വ്യക്തമായ ശ്രേണിയാണ്. അപ്പോൾ നമുക്ക് ഇൽമു കരഗതമായതിന് ഒരു വ്യക്തമായ പാരമ്പര്യമുണ്ട്, നമുക്കൊരു പൈതൃകമുണ്ട്. പൈതൃകം എന്നാൽ ശരിക്കും തറവാടിത്തമാണ്. ആ തറവാടിത്തത്തിലൂടെ കിട്ടിയ ഒരു ഇൽമാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ആ ഇൽമ നമ്മുടെ കേരളത്തിൽ പ്രസരിച്ചു എന്ന് മാത്രമല്ല,
അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മഖ്ദൂമുമാർ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു. ഹിജ്റ 991 രണ്ടാമത്തെ മഖ്ദൂമ് മരണപ്പെടുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണവും പ്രബോധനവും നിർവഹിക്കാൻ കേൾപ്പുറ്റ പണ്ഡിതന്മാർ വാർത്തെടുക്കപ്പെട്ട് കഴിഞ്ഞു. അവർ വലിയ വലിയ പള്ളിദർസുകൾ സ്ഥാപിച്ചു. അതിന് കിടപിടിക്കുന്ന പള്ളിദർസുകൾ നേരത്തെ തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഏതുപോലെ താനൂരിലെ വലിയ കുളങ്ങര പള്ളി പോലെ മസ്ജിദുൽ സാഹിലി ബിർക്കത്ത് കുബ്ര എന്ന് പറയുന്ന വലിയ കുളങ്ങര പള്ളി താനൂരിൽ, അതുപോലെ തന്നെ നമ്മുടെ കേരളക്കരയിൽ വെളിയങ്കോട് മർക്കാദ് തങ്ങളെപ്പോലുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ, ഇബ്നു ഹിശാമുൽ മലക്കാർ എന്ന് പറയുന്ന ഔക്കോയസിനെ പോലുള്ള പണ്ഡിതന്മാർ, അതിനൊക്കെ പുറമെ വലിയ വലിയ ആത്മീയ നായകന്മാരുടെ സാന്നിധ്യം, മഹാന്മാരായ ആത്മീയ നായകന്മാർ, വലിയുള്ളാഹി ഖുതബ സമാൻ മുഹമ്മദ് സയ്യിദ് നബി തങ്ങളെപ്പോലുള്ള മഹത്തുക്കൾ, ഇവരുടെയൊക്കെ സാന്നിധ്യങ്ങളും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളും കൊണ്ട് നമ്മുടെ കേരളത്തിലെ ദീനി രംഗം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. യാതൊരു തരത്തിലും വ്യത്യസ്ത വീക്ഷണം വെച്ച് പുറത്താതെ ഒരേ ചിന്ത പുലർത്തുന്ന ഒരു സമൂഹമായിരുന്നല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നത്. എന്തിനാ സമത്വം? അന്ന് സമത്വയുടെ ആവശ്യമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വേറിട്ട് സംഘടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പുതിയ സംഘടനയുടെ ആവശ്യമുണ്ടോ? നമ്മുടെ കേരളക്കരയിൽ പുതിയൊരു സംഘടനയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ട്? എല്ലാവരും ഒരേ ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾ, എല്ലാവരും ഒരേ വിഭാഗത്തിൽപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ഒരേ ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് പുതിയൊരു സംഘടന വേണ്ട. സംഘടനാപരമായ ചിന്തയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും ഒന്നും ഉണ്ടായിരുന്നില്ല. ആരാണ് പിന്നീട് ഈ ചർച്ച കൊണ്ടുവന്നത്? മഖ്ദൂമ് മരിച്ച 300-ൽ പരം സംവത്സരക്കാലം, 3 നൂറ്റാണ്ട് കാലം. രണ്ടാമത്തെ മഖ്ദൂമ് ലോകത്തോട് വിട പറഞ്ഞ 3 നൂറ്റാണ്ടിലധികം നമ്മുടെ കേരളത്തിൽ അത്തരം ഒരു ചർച്ച ഉണ്ടായിട്ടില്ലല്ലോ. 1920-കളിലെ ചർച്ച വരുന്നത്. 1920 എന്ന് പറഞ്ഞാൽ മഖ്ദൂമ് മരിച്ചിട്ട് 320-ൽ പരം കൊല്ലം കഴിഞ്ഞിട്ടല്ലേ. മഹാനായ രണ്ടാമത്തെ മഖ്ദൂമ് മരണപ്പെട്ടു പോകുമ്പോൾ തന്നെ കേരളത്തിലെ ദീനി രംഗം ശോഭായമാനമല്ലേ. ദീന് പഠിപ്പിക്കാൻ പറ്റിയ ആളുകളുണ്ടല്ലോ അവിടെ, ദീന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പണ്ഡിതന്മാരുണ്ടല്ലോ. പള്ളികളും പള്ളി ദർസുകളും അതുപോലെ തന്നെ ജുമുഅയും ജമാഅത്തും ഈ സമൂഹത്തിന്റെ ഇസ്ലാമികമായ ആചാരക്രമങ്ങളും ഒക്കെ വളരെ മനോഹരമായി കേരളക്കരെ സുസ്ഥിരമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിലല്ലേ മഖ്ദൂം രണ്ടാമൻ ലോകത്തോട് ഇവിടെ പറയുന്നത്. പിന്നെയും ഒരു 320ഓളം കൊല്ലം കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു പോയില്ലേ? പല തർക്കവും ഉണ്ടായോ? ആരെങ്കിലും ആ വിഷയത്തിൽ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നോ? എന്നാൽ 1920-കൾക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൽ പുതിയ ചർച്ചകൾ വന്നു. ആ ചർച്ചകളല്ലേ നമ്മുടെ സമൂഹത്തിൽ അപകടകരമായ ചില ചിന്തകളിലേക്ക് വെളിച്ചം വീശിയത്. അവർക്ക് സംഭവിച്ചു പോയ ഏറ്റവും വലിയ ദുരിതം എന്താണ്? അല്പമെന്ന് വിദ്യാഭ്യാസം, ചെറിയ തോതിൽ നിന്ന് പഠന താല്പര്യവുമൊക്കെ ചില ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ചില പ്രസിദ്ധീകരണങ്ങളിൽ വിട്ടരായി. അത് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്പമൊന്ന് വികസിക്കുമ്പോഴേക്കും നമുക്ക് ചില ചിന്തകൾ തോന്നും. നമ്മൾ അല്പമൊന്ന് വികസിക്കുമ്പോഴേക്കും നമുക്ക് ചില ചിന്തകൾ വരും. ആ ചിന്ത വരുമ്പോഴാണ് അപകടം വരുന്നത്. അടിസ്ഥാനപരമായ പൈതൃകത്തിൽ നിന്ന് പലപ്പോഴും വ്യതിചലിക്കും. പിതാവിനെ ധിക്കരിക്കുന്ന മക്കളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ബാപ്പ നടന്ന വഴിയിലൂടെ മക്കൾ പോകേണ്ടത്. പിതാവിന്റെ വഴി ചിലപ്പോൾ മകന് തെറ്റാണെന്ന് തോന്നുമപ്പോ, പിതാവ് നേർവഴിക്കാണെങ്കിൽ പോലും മകനൊപ്പം പുരോഗമിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ വഴി ശരിയല്ലെന്ന് അവന് തോന്നും, അല്ലെങ്കിൽ വാപ്പ പുരോഗമിച്ചിട്ടില്ലെന്ന് അവന് തോന്നും. ആ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ സാധാരണയായി നടക്കുന്നതാണല്ലോ. എന്നതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞ ഗൗരവമുള്ള ഒരു ഹദീസ് ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് തോഹ തങ്ങൾ പറയുന്നു, ഈ സമൂഹത്തോട് വളരെ ഗൗരവത്തോടു കൂടി പറയും. പ്രവാചകൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആമുഖം നോക്കണം. അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു മഅഹു. ഹദീസിന്റെ കിതാബിൽ കാണാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രബോധിത സമൂഹത്തോട് പറയും, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു മഅഹു. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും തന്നിട്ടുണ്ട്, അതുപോലെ വേറെ ചിലതും തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മാത്രമല്ല എനിക്ക് തന്നിട്ടുള്ളത്, ഖുർആൻ പോലെ പരിശുദ്ധ പ്രവാചകർ പലതും എനിക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധ പ്രവാചകർക്ക് അല്ലാഹു പലതും ബോധനം നടത്തി കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ പ്രവാചകർക്ക് അല്ലാഹു ഒരുപാട് ഖുർആന് തുല്യമായ ഹദീസുകൾ, ഖുദ്സിയ ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, എനിക്ക് അല്ലാഹു ഖുർആനും ഖുർആൻ പോലെ പലതും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകർ അതിന്റെ തുടർച്ചയായി പറഞ്ഞു, അലാ യൂശികു റജുലുൻ ശഅബാന അലാ അരീകതിഹി. ആ ഹദീസിന്റെ ഗൗരവം മനസ്സിലാക്കണം നിങ്ങൾ. അലാ യൂശികു റജുലുൻ, ഒരു പുരുഷൻ പറയുന്ന അവസ്ഥ വരും. നമ്മുടെ സമൂഹത്തിൽ പഠിച്ച ആളുകൾ വരും, വയറ് നിറച്ചുകൊണ്ട് അവന്റെ കട്ടിലിൽ കയറിയിരുന്ന് പറയുമെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോഗാർത്ഥം എന്താ? അതിന്റെ ഒരു സൈദ്ധാന്തിക രീതി എന്താ? വയറ് നിറച്ച് കട്ടിലിൽ കയറിയിരുന്ന് പറയുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സൗകര്യം ഉണ്ടാകുമ്പോ, ചിലപ്പോ വിദേശത്തൊന്നും വന്ന് ചില ആളുകളൊക്കെ പരിചയപ്പെടുന്നു, ഗ്രാമത്തിൽ നിന്ന് മാറി ഒരു പട്ടണ ജീവിതത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ കയ്യിൽ അല്പം പണം ഉണ്ടായി,
അല്ലെങ്കിൽ ഒരു കോളേജിൽ പോയി ഡിഗ്രിയോ PGയോ എടുത്തൊന്ന് പുരോഗമിച്ചെന്ന് സ്വയം തോന്നി. അങ്ങനെ ഒരു മാറ്റം എനിക്ക് വന്നിരിക്കുന്നു എന്ന് സ്വയം ഒരു വിലയിരുത്തൽ. അപ്പൊ പഴയതൊന്നും പോരാ എന്നൊരു തോന്നൽ ചിലർക്കുണ്ടാവും. പുരോഗമിക്കണമെന്ന് മനസ്സിലെന്ന് പറയും. ചിലരുടെയൊക്കെ ധാരണ പുരോഗതി എന്ന് പറഞ്ഞാൽ പഴമയെ എതിർക്കലാണ്. പാരമ്പര്യാധിഷ്ഠിത പ്രവർത്തനങ്ങളെ എതിർത്തെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാകൂ എന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ട്. അതൊരു തരത്തിലുള്ള ഒരു പ്രത്യേക കോംപ്ലക്സ്. പഴയതിലേക്കൊന്ന് തള്ളിപ്പറയുമ്പോഴേ പുതുമയുണ്ടാകുമ്പോഴേ ഒരു പുരോഗതി ഉണ്ടാവും. ആ ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ അതാണ്. വയറ് നിറച്ച് കട്ടിൽ കയറി ഇന്ന് കാലും കയറ്റി എന്നിട്ട് ചിലർ പറയും. അങ്ങനെ പറയുന്നൊരു അവസ്ഥ വരും. എന്താ പറയാ? അലൈക്കും ബിഹാദൽ ഖുർആൻ, അലൈക്കും ബിഹാദൽ ഖുർആൻ. നിങ്ങൾ ഈ ഖുർആൻ മുറുകെ പിടിച്ചോ. നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഖിലുഹു ഫമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഅതിമുഹു. ഖുർആനിൽ എന്തെങ്കിലും ഹലാലുണ്ടോ അത് മുറുകെ പിടിച്ചോ. ഖുർആനിൽ എന്തെങ്കിലും ഹറാമുണ്ടെന്ന് പറഞ്ഞോ അത് നീ ഹറാമാക്കിക്കോ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോകണ്ട, വേറെ ഒന്നും നോക്കണ്ട. ഖുർആനിലുണ്ടോ? ഒറ്റ ചോദ്യം. എന്ത് ചോദിച്ചാലും ഒറ്റ ചോദ്യം, ഖുർആനിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് തോന്നും ഖുർആൻ ഇയാൾക്ക് നേരെ പഠിച്ചത് ഇറക്കി കൊടുത്താൽ തോന്നി. എന്ത് ചോദിച്ചാലും ആദ്യത്തെ ചോദ്യം അതാണ്. അല്ലാഹുവിന്റെ തിരുത്തൂർ അന്നേ പറഞ്ഞത്. ചില ആളുകൾ ഖുർആൻ മുറുകെ പിടിച്ചോളൂ എന്ന് പറയും. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഖിലുഹു ഫമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഅതിമുഹു. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ വാചകമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് ഹറാമാക്കിയത് പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകർ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് രണ്ടും ഒരുപോലെ മുഖവിലേക്ക് എടുക്കേണ്ട ആൾക്കാർ. ഈ കൂടി നിൽക്കുന്ന ആളുകൾ മുഴുവനുണ്ടല്ലോ ഇവിടെ. നമസ്കാരം 5 വക്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഗണിച്ചെടുക്കാൻ ആർക്ക് പറ്റും? വെറുതെ അല്ലല്ലോ ശേഖരൻ മൗലവി ഈ സമൂഹത്തോട് പറയാൻ ഖുർആനുള്ളതാ ശരിക്കും പറഞ്ഞത്. അല്ല, ശരിയായ ഖുർആനാണ്. പക്ഷേ ഖുർആൻ ചില ആളുകളെ വഴി പിഴപ്പിക്കുകയും ചിലരെ നേർവഴിക്കാക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞു. അയാളെ ഖുർആൻ പിഴപ്പിച്ചു. അയാൾ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു 3 വക്തേ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞു. ആയത്തിന്റെ നേരെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ പോലെ 3 വക്ത് തന്നെ നമ്മൾ പഠിപ്പിട്ട് തെളിയിക്കട്ടെ. പിന്നെ 5 വക്ത് എവിടെ നിന്ന് കിട്ടി? ഇനി 5 വക്ത് കിട്ടിയാൽ തന്നെ 5 വക്ത് ഓരോന്നിന്റെയും സമയക്ലിപ്തത ആരെ രേഖപ്പെടുത്തിയത്? അത് നേരിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഏത് നിസ്കാരത്തിന്റെ റക്അത്താ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? ഏത് നിസ്കാരത്തിന്റെ വക്താ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? നിസ്കാരത്തിന്റെ ഒരു കൈഫിയത്തും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ മാത്രം അവലംബിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും? സാധാരണക്കാരായ നമുക്ക് പരിശുദ്ധ ഖുർആൻ ഓതാം, പഠിക്കാം, വ്യാഖ്യാനിക്കാം. പക്ഷെ പൂർവികർ വ്യാഖ്യാനിച്ച വ്യാഖ്യാനത്തിൽ വ്യതിരിച്ചു പോകരുത്, അത് മാത്രമാക്കി നിർത്തുകയും ചെയ്യണം. ഖുർആന്റെ വ്യാഖ്യാനമാണ് പരിശുദ്ധ ഹബീബിന്റെ ജീവിതവും പ്രവർത്തനവും. അഫ്ആലുഹു വ അഖ്വാലുഹു വ തഖ്രീറാതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അത് തന്നെയാണ് നമ്മുടെ പാരമ്പര്യം. അത് തന്നെയാണ് നമ്മുടെ പൈതൃകം. ആ പൈതൃകത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർപാത കണ്ടെത്താൻ കഴിയും. ആ പൈതൃകം 14 നൂറ്റാണ്ട് മുമ്പ് പരിശുദ്ധ പ്രവാചകർ സമൂഹത്തോട് എന്ത് പറഞ്ഞു? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ദീൻ, അതിന്റെ അവസാനം വന്ന പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർത്തീകരിച്ച പരിശുദ്ധ ദീൻ അറഫ പുണ്യഭൂമിയിലെ പ്രസംഗത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീനാ. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർപാത, അതിനൊരു യഥാർത്ഥ മാർഗം, അത് പടച്ചറപ്പിന്റെ അനുഗ്രഹത്താൽ നേരാമണ്ണം നമ്മുടെ കൊച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഭിന്നമായ ശബ്ദം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 920 ശേഷം വന്നു. അതിനുശേഷം വന്ന ഈ ചർച്ചയാണ് നമ്മുടെ സമൂഹത്തിൽ കക്ഷിത്വം ഉണ്ടാക്കിയത്. സമത്വ കേരള ജമിയത്തുൽ ഉലമ കേരളത്തിൽ ഒരു കക്ഷിത്വം ഉണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ കക്ഷിത്വം സമത്വ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയോ നിങ്ങൾ പരിശോധിച്ചു? കാരണം പണ്ട് കാലത്ത് തുറന്നു പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾ നോക്കും. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല സംഘവും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികളിൽ മുഴുവൻ എങ്ങനെയാണ് ഖുതുബ നിർവഹിച്ചിരുന്നത് അന്നും ഇന്നും? ആ പള്ളികളുടെ ആരാധനാ രീതികൾ എന്തായിരുന്നു അന്നും ഇന്നും? ശരിക്കും പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അതിന് ഭിന്നമായി നമ്മുടെ കേരളത്തിൽ പുതിയ ചില ചിന്തകൾ വന്നു.
ആ ചിന്തകളാണ് പിന്നീട് ഉത്തമ ഭാഷാന്തരം ചെയ്യണമെന്ന് പറഞ്ഞതും സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവന്ന് തന്നെ നമസ്കരിപ്പിക്കണമെന്ന് പറഞ്ഞതും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളെ മുഴുവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്തു നിർത്തുന്ന ഒരവസ്ഥ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരാളെയും ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്തു നിർത്തിയിട്ടില്ല. ഖാദിയാനികൾ ഇസ്ലാമിന്റെ പുറത്താന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ട്. അത് ലോക മുസ്ലിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ പോലും പ്രവേശനമില്ല, ഹറമിൽ പോലും പ്രവേശനമില്ല അവർക്ക്. എന്നാ പോലെ നിങ്ങൾ നോക്കും, നമ്മുടെ നാട്ടിൽ 3 വക്തുള്ള നമസ്കാരം എന്ന് പറഞ്ഞ് ചേകനൂർ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു വിഭാഗത്തെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്തിയിട്ടില്ല. നേരെ മറിച്ച് പുതിയ ചില സംഘടനകൾ വന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞതുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ആക്ഷേപിക്കുന്നില്ല, ആക്ഷേപവേദിയാക്കുന്നുമില്ല. നിങ്ങൾ നോർമലായിട്ട് ചിന്തിച്ചു നോക്കൂ, ഒന്നുമില്ലെങ്കിൽ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന്റെ പടിക്ക് പുറത്ത് നിർത്തിയോ? ഇല്ല. എന്നാൽ ഇവര് വന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനം എന്താ? നമ്മളെ മൊത്തം മുശ്രിക്കീങ്ങളാക്കി, ശിർക്ക് ചെയ്യുന്നു. ശിർക്ക് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിൽ പങ്കുചേർക്കുക. പടച്ചറപ്പ് ഒരിക്കലും പൊറുക്കാത്തൊരു തെറ്റാണ്. ഏത് തെറ്റും പടച്ചറപ്പ് പൊറുക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നേരെ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്താൽ പടച്ചറപ്പ് പൊറുക്കില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത ഏത് തെറ്റ് ഏത് വ്യക്തി ചെയ്താലും പടച്ചറപ്പ് പൊറുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹ് പൊറുക്കാത്ത തെറ്റ് ചെയ്തവർ എന്നാണ് നമ്മളെ കുറിച്ച് പറഞ്ഞത്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? നമ്മൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. ഏകദൈവ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അനുകൂലിക്കുന്ന ആളുകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബന്ധാവിലൂടെ മുന്നോട്ട് പോകുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഏതെങ്കിലും ഒരാളുടെ മനസ്സിലോ ചിന്തയിലോ അള്ളാഹു രണ്ടാണ് എന്നൊരു ചിന്ത ഏതെങ്കിലും ഒരു വ്യക്തിക്കുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് ഇവർ നമ്മുടെ സമൂഹത്തോട് ചെയ്ത പാതകം എന്താ? യദ്ഹബൂന ഇലാ ആയാത്തിൻ നസലത ഫിൽ മുശ്രികീൻ വയഹ്മിലൂനഹാ അലൽ മുഅ്മിനീൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെ സംഭവിച്ചു. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ പറഞ്ഞു. യദ്ഹബൂന ഇലാ ആയാത്തിൻ നസലത ഫിൽ മുശ്രികീൻ, മക്ക മുശ്രിക്കീങ്ങൾക്ക് മേൽ ഇറങ്ങിയ കുറെ ആയത്തുകളുടെ പരിശുദ്ധ ഖുർആനിൽ. ശിർക്കിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ചില ആയത്തുകളുടെ ഖുർആനിൽ. ആ വിശുദ്ധ ഖുർആൻ ആയത്തുകളിലേക്ക് അവർ പോയി. ആ ആയത്തുകൾ മുഴുവൻ മുശ്രിക്കീങ്ങൾക്ക് മേൽ ഇറങ്ങിയതാണ്, ബഹുദൈവ വിശ്വാസികൾക്ക് മേൽ ഇറങ്ങിയതാണ്. ആ ആയത്തുകൾ മുഴുവൻ അവർ തേടിപ്പോയി, അത് പെറുക്കിയെടുത്ത് ക്രോഡീകരിച്ചുകൊണ്ട് യഹ്മിലൂനഹാ അലൽ മുഅ്മിനീൻ, അത് മുഴുവൻ മുഅ്മിനീങ്ങളെ മേൽ ചുമത്തി. അങ്ങനെ ചുമത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പരിശുദ്ധ തിരുദൂതർ നൂറ്റാണ്ടുകൾ സമൂഹത്തോട് പറഞ്ഞു. നമ്മളോട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹം വരും. അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ ഈ ആയത്തുകൾ ചുമത്തിക്കൊണ്ട് മുശ്രിക്കീങ്ങളാക്കി. ഏത് വേദിയിൽ അവർ പ്രസംഗിച്ചാലും ഓതുന്ന എന്താ? മക്ക മുശ്രിക്കീങ്ങൾക്ക് മേലിറങ്ങിയ ആയത്തുകൾ. അത്തരം ശിർക്കുമായി നമ്മുടെ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകില്ല. അതിന് ഉപോത്ബലകമായി അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളും കാരണങ്ങളുമോ നമ്മൾ ഏതെങ്കിലും മരിച്ചുപോയ മഹത്തുക്കളുടെ മക്ബറുകൾ സിയാറത്ത് ചെയ്യുന്നു. ആ മഹാന്മാരെ മുൻനിർത്തി പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നു. ഈ ഒരൊറ്റ കാരണം വെച്ചുകൊണ്ട് നമ്മൾ മക്ബറയിൽ ചെല്ലുകയോ മഹാന്മാരെ മുൻനിർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ പടച്ചറപ്പിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ദൂരെയായി നാം ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നു നമ്മൾ സിദ്ധാന്തിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഇന്നും അതാണ് നടക്കുന്നത്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അതാണ് നടക്കുന്നത്. സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം പൂർവിക സമൂഹത്തിന്റെ പൈതൃകമല്ലേ? മുസ്ലിം ലോകത്തിന്റെ പൈതൃകമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നമുക്ക് പറയാമല്ലോ. ഞാൻ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പരിശുദ്ധമായ മക്കയിൽ വിശുദ്ധ കർമ്മത്തിന് വേണ്ടി വരുന്ന ഹാജിമാർ ഹജ്ജ് വേളയിൽ ഇവരിവിടെ കടന്നു വരുമ്പോൾ ഹജ്ജിന്റെ പവിത്രമായ ആ കർമ്മ നിർവഹണത്തിന് വേണ്ടി കടന്നു വരുന്ന ആളുകൾ സ്ഥലങ്ങളും സന്ദർഭങ്ങളും കൂട്ടി 15 സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അവർക്ക് ഉത്തരം കിട്ടുമെന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. നബി തങ്ങൾ പഠിപ്പിച്ചു 15 സ്ഥലം സന്ദർഭം, സ്ഥലവും സന്ദർഭവും കൂടി 15 ഘട്ടങ്ങളിൽ ഉത്തരം കിട്ടും. ചില സ്ഥലമാണ് ഉദാഹരണം മുൽത്തസം പോലെ, അതുപോലെ തന്നെ മീസാബിന്റെ ചുവട്ടിൽ പോലെ. ചിലത് സന്ദർഭമാണ് തവാഫ് പോലെ, സഅയ് പോലെ. ഇങ്ങനെ സ്ഥലങ്ങളും സന്ദർഭങ്ങളും കൂട്ടി 15 എണ്ണം. ഈ 15 എണ്ണത്തിൽ ഒരു ഹാജിക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉത്തരം കിട്ടുമെന്ന് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്ക്, ഷഫീഉനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ 15-ൽ 14 എണ്ണവും ഹറമിന്റെ ബൗണ്ടറിക്കകത്താണ്. 14 എണ്ണവും ഹറമിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഹറം വളരെ പവിത്രമാണ്. ഹറമിന് ദുആക്ക് പ്രത്യേകതയുണ്ട്, ഹറമിന് ഇബാദത്തിന് പ്രത്യേകതയുണ്ട്, ഹറമിന്റെ മണ്ണിന് പ്രത്യേകതയുണ്ട്, ഹറമിന്റെ പവിത്രത വളരെ വലുതാണ്. ഇസ്ലാമിന്റെ ഹുക്മിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഹറമിനുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു പള്ളിയിൽ കയറി അസറിന്റെ ശേഷം നമസ്കരിച്ചാൽ കാരണമില്ലാത്തതോ കാരണം ശേഷം വരുന്നതോ ആണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. തഹരീമിന്റെ കറാഹത്ത. അസറിന്റെ ശേഷം ഒരു യാത്രയുടെ സുന്നത്ത് നിസ്കരിച്ചുകൂടാ. എന്തുകൊണ്ട്? യാത്രത്തിന് ശേഷം വരുന്നത് കൊണ്ട്. എന്നാൽ പരിശുദ്ധ മക്കത്തെ ഹറമിലോ അത് ബാധകമല്ല. ഏത് സമയത്തും നിങ്ങൾക്ക് നിസ്കരിക്കാൻ കാരണമുണ്ടാവട്ടെ, കാരണമില്ലാതിരിക്കട്ടെ, അത് ഹറമിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് ഹറമിന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രത്യേകതയാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലാഹു ബഹുമാനിച്ചതാണ്, അത് ബഹുമാനിക്കപ്പെട്ടതാണ്. എന്നതുപോലെ ഈ 15 സ്ഥലങ്ങളിൽ 14 ഹറമിനുള്ളിൽ 1 ഹറമിന്റെ പുറത്താണ്. ആ ഹറമിന്റെ പുറത്ത് നിൽക്കുന്ന ഏതാണ്? അത് വിശുദ്ധമായ അറഫയാണ്. വിശുദ്ധമായ അറഫ ഹറമിന്റെ ബൗണ്ടറിക്ക് പുറത്താണ്. എന്നാൽ ഹജ്ജിന്റെ വേളയിൽ ഉത്തരം കൂടുതൽ കിട്ടുന്ന സ്ഥലം എന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത് അൽ ഹജ്ജു അറഫ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജു അറഫ. അറഫക്കാ പ്രത്യേകത. അറഫയിലാണ് കൂടുതൽ ഉത്തരം കിട്ടുന്നത്. എന്താ കാരണം? ഹറമിന്റെ പുറത്തായിട്ടും അറഫക്ക് ഇത്രമേൽ പവിത്രത എന്തുകൊണ്ട് വന്നു? അതിന്റെ കാരണം കാര്യസഹിതം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഹറമിന്റെ പവിത്രത എന്ന് പറയുന്നത് വളരെ വലുതാണെങ്കിലും ഹറമിന്റെ പുറത്ത് ഈ അറഫക്ക് ഇത്ര വലിയ പ്രത്യേകത വരാൻ കാരണം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു സന്ദർഭം എന്നതാണ്. നല്ല മനുഷ്യന്മാർ മുഴുവൻ ഒരുമിച്ച് കൂടുന്നു. മണ്ണിന്റെ പ്രത്യേകതയല്ല. മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അറഫയിൽ പോയി നിന്നാൽ ആ പ്രത്യേകത ഇല്ലല്ലോ. അറഫ അറഫ തന്നെയാണ്. ഇന്ന് നിങ്ങൾ അവിടെ പോയി ദുആ ചെയ്താൽ ദുൽഹജ്ജ് 14-നോ 15-നോ അല്ലെങ്കിൽ 12-നോ നിങ്ങൾ അവിടെ പോയി ദുആ ചെയ്തിട്ട് എന്താ പ്രയോജനം? പ്രയോജനമില്ല. ദുൽഹജ്ജ് 9-ന്റെ പ്രഭാതത്തിൽ പോയിട്ട് ഫലമില്ല. 9-ന് ദുഹർ ബാങ്ക് വിളിക്കണം. വർഷത്തിൽ ഒരു ദിവസം, ഒരു സമയം, ഒരു സ്ഥലം, 3 ഒരുമിച്ച് കൂടുമ്പോൾ ആളുകൾക്ക് മനസ്സിലായി അത് ഒരു പുണ്യപ്പെട്ട സ്ഥലമാണ്, പുണ്യപ്പെട്ട സമയമാണ്, പുണ്യപ്പെട്ട ദിനമാണ്. ആ ദിനത്തിൽ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ മുഴുവൻ അടിമകളും അവിടെ ഉണ്ടാവും. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി ഒരേ ലക്ഷ്യത്തിന് വേണ്ടി കൈ ഉയർത്തുന്ന മണ്ണായതുകൊണ്ട് അവിടെയുള്ള മോശപ്പെട്ടവനെ പോലെ നല്ലവന്റെ ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മോശപ്പെട്ടവന്റെ കൂട്ടത്തിൽ മോശപ്പെട്ടവൻ ആരുണ്ടെങ്കിലും ശരി, നല്ലവന്റെ കൂട്ടത്തിൽ അവൻ പെടുമ്പോൾ അവനും നല്ലവന്റെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് ഉത്തരം നൽകപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ കിട്ടിയത്? എന്താണ് അവിടെ നമുക്ക് കിട്ടിയത്? നല്ലവരുടെ കൂടെ കൂടിയപ്പോൾ ഒരു പ്രത്യേകത, നന്മയുടെ കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേകത. അതെന്താ അങ്ങനെ? നല്ലതിന്റെ കൂടെ കൂടുമ്പോൾ. അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂനൂ മഅസ്സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. വഖൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളെ കൂടെ ആകണം. അതാണ് പൈതൃകം. സ്വാദിഖീങ്ങളെ കൂടെ നിൽക്കുക, അതാണ് നമ്മുടെ പൈതൃകം. സത്യവാന്മാരുടെ കൂടെ ആവുക, ഇത് നമ്മുടെ പൈതൃകമാണ്. അതിന്റെ തെളിവാണ് ഖുർആന്റെ പ്രാർത്ഥനകൾ. ഖുർആന്റെ പ്രാർത്ഥനകൾ മുഴുവൻ അതിന് തെളിവാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറപ്പിനോട് തേടി, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ പോരെ, തവഫനി മുസ്ലിമൻ എന്ന് പറഞ്ഞു നിർത്തുന്നതിന് പകരം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നല്ലവരുടെ കൂടെ എന്നെ നീ ചേർത്തി തരണേ തമ്പുരാനെ, നല്ലവരുടെ കൂടെ എന്നെ നീ കൂട്ടി ചേർത്ത് തരണേ റബ്ബേ. കണ്ടോ, നല്ലവരെ കൂടെ ചേരാൻ അത് പൈതൃകമാണ്. നല്ലതിന്റെ കൂടെ നിൽക്കുക. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കഴിവുകൾ പടച്ചറപ്പ് കൊടുത്ത നബിയാണ്. മഹാനവരുടെ ചരിത്രത്തെ കാണാൻ കഴിയും. സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു താഴ്വാരത്തെത്തുമ്പോൾ ഉറുമ്പുകൾ സഞ്ചരിക്കുന്ന രംഗമാണ്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി തങ്ങളുടെ വരവ് കണ്ടപ്പോ ഉറുമ്പിന്റെ നേതാവ് പറഞ്ഞു, ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബിയും സംഘവും നിങ്ങളെ ചവിട്ടി മതിച്ചേക്കാം, നിങ്ങൾ വേഗം നിങ്ങളെ കൂടുകളിലേക്ക് പോകണം, സ്വഭവനങ്ങളിലേക്ക് തിരിച്ചു പോകണം, അവർ ചവിട്ടി മതിക്കും, അവർ അറിയില്ല. ഇതങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി തങ്ങൾക്ക് ചിരി വന്നുപോയി. ചിരി വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് തിരിച്ചറിവും കിട്ടി. മഹാനവറുകൾ ചെയ്ത പ്രവർത്തനം ഒന്ന് പൊട്ടിച്ചിരിച്ചു പോയി. പൊട്ടിച്ചിരിച്ചപ്പോ ഈ വാക്ക് കേട്ട് പൊട്ടിച്ചിരിച്ചപ്പോ തിരിച്ചറിവുണ്ടായപ്പോ പഠിച്ചവരോട് ദ്വാരത, പഠിച്ചവരെ ഞാൻ ചിരിക്കാനല്ല വേണ്ടത്, നീ എനിക്ക് ഈ ജീവികളുടെ ശബ്ദം കേൾക്കാൻ വരെ അവസരം അൽഹംദുലില്ലാ, വല്ലാത്ത അനുഗ്രഹല്ലേ. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകർ പടച്ചറപ്പിനോട് തേടി,
റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. ആ പ്രാർത്ഥന കണ്ടോ നിങ്ങൾ? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, പടച്ചവനെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന ഗുണഗണങ്ങൾക്ക് നന്ദി പറയുവാൻ നീ അവസരം നൽകണം, അതിനെനിക്ക് നീ പ്രേരണ നൽകണം. പോരാ, വഅദ്ഖിൽനി ബിറഹ്മതിക വഅൻ അഅമല സാലിഹൻ തർളാഹു, റബ്ബേ നീ തൃപ്തിപ്പെട്ട നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് നീ അവസരം നൽകണം. അതും പോരാ, എല്ലാറ്റിനും ഉപരിയായി പടച്ചറപ്പിനോട് തേടുന്നു, വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ, പടച്ചവനെ നിന്റെ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തി തരണേ തമ്പുരാനെ. ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. കണ്ടോ, ഇബാദു സ്വാലിഹീന്റെ കൂടെ ചേരാൻ എന്താ അവർക്ക് ഇത്ര താല്പര്യം? മൂമിനായിട്ടാണ് മരിച്ചു പോയ പോലെ നല്ലതിന്റെ കൂടെ ചേരാൻ നിർത്താത്ത താല്പര്യം, അതൊരു പൈതൃകമാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല കുത്ത് കിട്ടി വീണപ്പോ ആദ്യം ചെയ്ത പണി എന്താ? കുത്ത് കിട്ടി വീണപ്പോ ആദ്യം തന്നെ നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. അതിന് ഇമാമത്ത് നിൽക്കാൻ ആരാണ് പൂർത്തിയാക്കിയെന്നുള്ള വിവരം ചോദിച്ചു. മരണമാസന്നമായ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ, പോകണം, ആയിഷ ബീവി റളിയല്ലാഹു തആലയെ കാണണം, എന്നിട്ട് അവരോട് വളരെ ഭവ്യതയോടുകൂടി ചോദിക്കണം, ബാപ്പാന്റെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെയും ഖബറിന്റെ സ്ഥലത്ത് ഒരു ഖബറിനും കൂടി സ്ഥലമുണ്ട്. റൗദ ഷരീഫിനുള്ള ഒരു ഖബറിന്റെ സ്ഥലമുണ്ട്, അത് മഹദിക്ക് വേണ്ടി വെച്ചതാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലയുടെ മോള സിദ്ദീഖ് തങ്ങൾ അവിടെ കിടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെയും സിദ്ദീഖ് തങ്ങളുടെയും ജനാസ വെച്ചതിന് ശേഷം ഒരു ഖബറിന് അവിടെ സ്ഥലം ബാക്കിയുണ്ട്, അത് മഹദിക്ക് വെച്ചതാ. അത് എനിക്ക് തരുമെന്നൊന്ന് പോയി ചോദിക്കണം. അമീർ ചോദിക്കുന്നു എന്ന് പറയണ്ട, ഞാനിന്ന് മുഅ്മിനീങ്ങൾ അമീറല്ല, ഞാനിന്ന് കുത്തുകിറ്റ് വീണി കിടക്കുന്ന ഒരു മരണത്തിന് കീഴടങ്ങാൻ പോകുന്ന ഒരു മനുഷ്യനാ. അമീർ ചോദിച്ചാൽ തരല് നിർബന്ധമാവും. ആ അധികാരം വെച്ചുകൊണ്ടല്ല ചോദിക്കുന്നത്, ഒരു യാചന പോലെ പാവപ്പെട്ട ഫക്കീറായ ഉമർ ചോദിക്കുന്നത്, പറ മോനെ പോയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകനെ പറഞ്ഞ ആയിഷ ബീവിയോട് ചോദിച്ചിട്ട് ആ സ്ഥലം വാങ്ങിയിട്ട് അവിടെ മറവിട്ട് കിടക്കാൻ എന്തിനാ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ആഗ്രഹിക്കുന്നത്? എവിടെ കിടന്നെന്താ? മരിച്ച മനുഷ്യന്റെ മയ്യത്ത് എവിടെ കിടന്നെന്താ? എന്തിനാണ് രണ്ടാം ഖലീഫ അവിടെ തന്നെ കിടക്കണമെന്ന് ആഗ്രഹിച്ചത്? എന്തിനാണ് ഒന്നാം ഖലീഫ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ട് റൗദന്റെ മുമ്പിൽ ഒന്ന് കൊണ്ടുപോയി വെക്ക്, സമ്മതം കിട്ടി അകത്ത് കയറ്റി മറവ് ചെയ്തോ, ഇല്ലെങ്കിൽ വേറെ ചിന്തിച്ചാൽ മതി. എന്തിനാ അവിടെ തന്നെ കയറ്റി മറവ് ചെയ്യാൻ പറയുന്നത്? മരിച്ചിട്ട് പോലും റസൂലുള്ളാഹിന്റെ സുഹബത്ത് ആഗ്രഹിക്കണവര്, മരിച്ചിട്ട് പോലും റസൂലുള്ളാഹിന്റെ സുഹബത്ത് ആഗ്രഹിക്കുക. എന്താ അർത്ഥം? സ്വാലിഹീങ്ങളെ കൂടെ നിൽക്കുമ്പോൾ അതിന്റെ കൂടെ ഉണ്ട്. പൈതൃകത്തിനൊരു വിലയുണ്ട്. പിതാമഹന്മാർ കാണിച്ചത് മാർഗമത, നല്ലതിനെ ബഹുമാനിക്കുകയും നല്ലതിന്റെ കൂടെ നിൽക്കുകയും വേണം. ഇതേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ, ഇതേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക സമൂഹത്തിൽ മനുഷ്യന്മാരെ മുഴുവൻ ഒരുപോലെയാണ്? എല്ലാ ആളുകളും ഒരുപോലെയാണോ? നമ്മളെല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഉലൈകല്ലദീന അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. 4 കാറ്റഗറിയാണ്. ഈ പറഞ്ഞ 4 കാറ്റഗറിയിലെ ആളുകൾ ഒരുപോലെയാണ്. ഒന്ന് നബിമാരാണ്, പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ലോകത്ത് വരാനെങ്കിലും ഉണ്ടോ? ഏത് ആബിദും ഒരു നബിന്റെ സ്ഥാനത്ത് ഉറപ്പല്ലേ? ഇരിക്കട്ടെ, അത് അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ ആളുകളാണെന്ന് മനസ്സിലാക്കി നമുക്ക് അവിടെ നിൽക്കാം. രണ്ടാമതോ, ഉലൈകല്ലദീന അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീൻ. രണ്ടാമത്തെ സിദ്ദീഖീങ്ങളാണ്. ആരായി സിദ്ദീഖീങ്ങൾ? തഫ്സീറിൽ കാണും, അഫാദിലു അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠ സ്വഹാബ. ഞാൻ ചോദിക്കട്ടെ, സ്വഹാബത്തിന്റെ സ്ഥാനം ഏതെങ്കിലും ഒരാൾക്ക് ഇനി കിട്ടുമോ? ഇപ്പൊ നമ്മുടെ കൂടുതൽ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, നന്നായി നിസ്കരിച്ച് നന്നായി നോമ്പ് നോറ്റ് വറവോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വലിയ ആബിദ, അവൻ എത്ര ഇബാദത്ത് ചെയ്തിട്ട് എന്താ? നാളെ പരലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഹംസ റളിയല്ലാഹു തആല ചതിച്ചു കൊന്ന വഅ്ശി റളിയല്ലാഹു തആല സ്ഥാനം ഉണ്ടാവില്ല. എന്താ കാരണം? വഅ്ശി റളിയല്ലാഹു തആല സ്വഹാബിയാണ്. എന്തേ അവര് ചെയ്തത്? റസൂലുള്ളാഹിനെ മുഅ്മിനായിട്ടൊന്ന് കണ്ടെത്തിച്ചു എന്ന് മാത്രം, വേറൊന്നുമില്ല. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഒരു സംഭവം കാണാൻ ഒരു സ്വഹാബി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോട് ഞാൻ വിശ്വസിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ കലിമ ചൊല്ലി കൊടുത്തു, വാള് കൊടുത്തു, കാത്തനാണ് മരിച്ചു. ഒരു വക്ത നിസ്കാരം ആ സാധു നിസ്കരിച്ചിട്ടില്ല, ഒരു വക്ത പോലും പടച്ച റബ്ബിനെ സുജൂദ് ചെയ്തിട്ടില്ല ആ മനുഷ്യൻ. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വന്നഹൂമിൻ അഹ്ലുൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ അശ്കൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് ആയിരിക്കും പറയുന്നത്. അയാൾ നേരെ സമരം ചെയ്ത് സ്വർഗത്തിൽ കടപ്പോയി ഒറ്റ വക്ത നിസ്കരിച്ചിട്ടില്ല. നാളെ മത്സരം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ അയാളുടെ സ്ഥാനം നമുക്ക് ഉണ്ടാവില്ല.
എത്ര നിസ്കരിച്ചിട്ട് അതെന്തേ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. അതാണ് ദീൻ, അതാണ് ദീൻ. അയാളെ പദവി നമുക്ക് കിട്ടില്ല എന്ന് സ്വഹാബിയ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ മുഅ്മിനായി ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യന്റെ പദവി നമുക്ക് കിട്ടൂല. നമ്മൾ അതിനേക്കാൾ എത്ര, ഒരു പക്ഷെ ആ സ്വഹാബിയേക്കാൾ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവാം, ആ സ്വഹാബിയേക്കാൾ നമ്മൾ ദീനിന് സേവനം ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ശരി. പക്ഷെ ആ പദവി നമുക്ക് കിട്ടൂല. അതാണ് ദീന്. മുമ്പ് കഴിഞ്ഞു പോയ മഹത്തുക്കൾക്ക് പടച്ചിറപ്പ് കൊടുത്ത പദവിയുടെ പ്രത്യേകത. അവിടെ നമ്മളെ ന്യായവും യുക്തിയും വെച്ച് അളന്നിട്ട് കാര്യമുണ്ടോ? അവിടെ നമ്മുടെ യുക്തിയും ന്യായവും നോക്കിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അങ്ങനെ യുക്തിക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന മതമേ അല്ല ഇസ്ലാം. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കാത്ത പലതും ഉണ്ടാവും. തഴപ്പുതിയായ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അള്ളാഹ് പറഞ്ഞു, നമ്മൾ അംഗീകരിച്ചു. കഅബത്തിന്റെ മുമ്പിൽ കണ്ട വട്ടം ചുറ്റുന്ന ആൾക്കാർ, സഫാ മർവക്കിടെ സഴി കണ്ട എന്നോ ഒരു ഉമ്മ ഒരു കുഞ്ഞിന്റെ വെള്ളത്തിന് വേണ്ടി ഓടി. ആ കാലം കഴിഞ്ഞു പോയി. ആ ഉമ്മാക്ക് അള്ളാഹ് വെള്ളം കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ നമ്മൾ വെറുതെ ഓടി തളരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ എന്താ നമ്മൾ മറുപടി പറയാ? അതിന് മറുപടി ഉണ്ടോ? അത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയല്ല ഉള്ളത്. അവിടെ അതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന പ്രവർത്തനം ഒരു മനുഷ്യനെ പോലെ നമ്മൾ ഓടുകയാണ്. വ്യാഖ്യാനങ്ങളൊക്കെ നമുക്കതിന് പലതും കൊണ്ടുവരാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എത്ര യുക്തി കൊണ്ട് കാര്യങ്ങൾ അളന്നിട്ട് കാര്യമില്ല. ആ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ വന്നു ചില ആളുകൾക്ക്. ആ ചിന്തയാണ് നമ്മുടെ സമൂഹത്തിൽ അപകടമുണ്ടാക്കിയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് അപകടമുണ്ടാക്കിയത്. അങ്ങനെ അവർ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകളെ മുഴുവൻ ദീനിന് പുറത്താക്കി. ആദരിക്കേണ്ടതിനെ ആദരിക്കാനുള്ള പാഠം സമൂഹത്തിന്റെ മനസ്സിൽ പറിച്ചെറിച്ചു. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹജ്ജ് നിങ്ങളെ മുമ്പിലുള്ളത് കൊണ്ട് അത് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. പരിശുദ്ധമായ തവാഫ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട പ്രവർത്തനം തവാഫിന്റെ 2 റക്അത്ത് നമസ്കാരമാണ്. തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചോളൂ. ഹനഫി മദ്ഹബ് പ്രകാരം ആ നിസ്കാരം വാജിബാണ്. നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം ആ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അവ ചില മദ്ഹബിൽ അതുകൂടി ഉണ്ടെങ്കിൽ തവാഫിനെ ശരിയാവുള്ളൂ എന്നർത്ഥം. അങ്ങനത്തെ ആ നമസ്കാരം നമ്മളിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നാണ്, അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി തവാഫ് ചെയ്തു, നിനക്ക് വേണ്ടി നമസ്കരിക്കും. പക്ഷെ ഞാൻ ഈ നിസ്കരിക്കുമ്പോ ഈ ഹറമിൽ എത്ര സ്ഥലം ഈ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലുണ്ട്. ഇബ്രാഹിം നബിന്റെ ഒരു കാലിന്റെ അടയാളമുള്ള കല്ലിന്റെ ചുവട്ടിൽ തന്നെ ഞാൻ സുജൂദ് ചെയ്യണം. എന്തിനാ ഞാൻ സുജൂദ് ചെയ്യുമ്പോൾ എന്റെ മുന്നിൽ ഇബ്രാഹിം നബിന്റെ ഒരു കാലും കല്ലും? അതിന്റെ ആവശ്യത ഒരു വ്യക്തി പൂജയാവും. ഇബ്രാഹിം നബി എന്ന വ്യക്തിയെ പൂജിക്കും പോലെ തോന്നണില്ലേ? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുമ്പോൾ എന്റെ മുമ്പിൽ ഇബ്രാഹിം നബിന്റെ ഒരു കാലും കല്ലും വെച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? തൗഹീദിനെ കുറിച്ച് ഇടങ്ങേറുള്ള ആളെ മനസ്സിളകുമല്ലോ. അയാളെ മനസ്സടങ്ങാറ്, നമുക്ക് ഇടങ്ങാറുണ്ടാവില്ല, ഇടങ്ങേറുള്ള ആളുണ്ടാവും. തൗഹീദ് പിഴച്ചു പോകുമെന്ന് പേടിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. വേണ്ടാത്ത കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചെന്താ? നേരെ നമ്മൾ പഠിപ്പിച്ചെന്താ? നേരെ നമ്മൾ പഠിച്ചെന്താ? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. നിങ്ങൾ ഇബ്രാഹിം മഖാമിനെ മുസല്ലയാക്കണേ. അപ്പൊ ഇബ്രാഹിം മഖാമ് തന്നെ സുജൂദ് ചെയ്യണം. എന്താ കാരണം? അവിടെ നമ്മുടെ സുജൂദിന്റെ മുമ്പിൽ ഒരു കാലും കല്ലും ഉണ്ടെങ്കിൽ അത് ആദരവാണ്. ആരെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ ആദരിക്കുന്നു. കഅബ പുനർനിർമ്മിച്ച മഹാൻ, നമ്മുടെ പ്രപിതാമഹൻ. മാത്രമല്ല തൗഹീദിലെ ഏറ്റവും കൂടുതൽ കാർക്കശ്യം പുലർത്തിക്കൊണ്ട് ഏകദൈവ വിശ്വാസത്തെ സംസ്ഥാപിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാൻ. വിശുദ്ധ കഅബാലയത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ തച്ചുടച്ച മഹാൻ. ആളുകളോട് വാദപ്രതിവാദം നടത്തിക്കൊണ്ട് പടച്ചറപ്പിനെ കുറിച്ച് അവർക്ക് തെറ്റിപ്പെടുത്തി കൊടുത്ത മഹാൻ. സ്വന്തം മകനെ ബലിയർപ്പിക്കുവാൻ, സ്വന്തം മകനെ മക്കയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുവാനൊക്കെ പടച്ചറപ്പ് പറഞ്ഞപ്പോ യാതൊരു തരത്തിലും ചാഞ്ചല്യമുള്ള മനസ്സില്ലാതെ അചഞ്ചല ഹൃദയനായി ഏറ്റെടുത്ത മഹാൻ. ആ മഹാന്റെ സ്മരണ നമ്മുടെ മനസ്സുകൾ ആവാഹിച്ചെടുക്കുക. ആ മഹാനോടൊരു നന്ദി, അതാണ് ഈ സുജൂദിന്റെ ലക്ഷ്യമെന്ന് പരിശുദ്ധ ദീൻ പറയുന്നത്. അവിടെ തന്നെ സുജൂദ് ചെയ്യണം. സൗകര്യം മാത്രം വേറെ സ്ഥലത്ത് പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദരിക്കേണ്ടവരെ ആദരിക്കേണ്ടത് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. ആദരവിൽ ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ, മഹാന്മാർ, അത്തരം ആളുകളെ ആദരിക്കലും ബഹുമാനിക്കലും ഇസ്ലാമിന്റെ കടമയാണ്. അപ്പൊ അത്തരം ഒരാളുകൾ ഇല്ല എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന കാര്യത്തിൽ എന്താ തർക്കം? അള്ളാഹു കഴിവ് കൊടുത്ത ചില മഹത്തുക്കൾ സമൂഹത്തിലുണ്ട്, അതിന് തർക്കമൊന്നുമില്ലല്ലോ. നമ്മൾ എപ്പോഴും പറയാറില്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം? മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ഇങ്ങനെ ഉത്ബോധന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. ആ ഉത്ബോധന പ്രഭാഷണം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി തങ്ങൾ നിർവഹിക്കുമ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹുദൂദ് നിർദ്ദേശം കൊടുത്ത പ്രകാരം ബൽക്കീസ് രാജ്ഞിയുടെ ചരിത്രം ഉദ്ധരിക്കപ്പെടുന്നു. വിശാലമായ ചരിത്രത്തിന്റെ തന്തു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ സന്ദർഭത്തിൽ സുലൈമാൻ നബി സദസ്സിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അയ്യുക്കും യഗ്തീനി ബി അർശിഹ,
ബൽക്കീസിന്റെ സിംഹാസനം ഇവിടെ കൊണ്ടുവരാൻ ആർക്കാ പറ്റുന്നൊരു ചോദ്യമുണ്ട്. ബൽക്കീസിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താ? വലഹ അർശുൻ അദീം എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വലിയൊരു സിംഹാസനം, വലിയൊരു സിംഹാസനം. അത് എവിടുന്നാ കൊണ്ടുവരുന്നത്? പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവരണം. എവിടുന്ന്? അത് കൊണ്ടുവരേണ്ടത് യമനിലെ ഹദർമൗത്തിൽ നിന്ന് കൊണ്ടുവരണം. യമനിൽ നിന്ന് കൊണ്ടുവരണം. യമനിലെ സൊൻആയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന് വെക്കണം. യമന്റെ തലസ്ഥാനത്ത് കൊണ്ടുവന്ന് പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന് വെക്കണം. ഭൂമിശാസ്ത്രപരമായി കണക്കാക്കിയാൽ ഏകദേശം 2100 കിലോമീറ്റർ ഉണ്ട്. 2000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? ആ സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് ഉടനെ കൊണ്ടുവരിക. ഒരാള് പറഞ്ഞു, നിങ്ങൾ ഈ സദസ്സ് മതിയാക്കി എഴുന്നേൽക്കും മുമ്പ് കബലായി യക്കോമ മക്കാമിക്ക നിങ്ങളെ മക്കാമിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം. പോരാന്ന് പറഞ്ഞു. പോരാ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, കബലായി കണ്ണടച്ച് തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അത് 2100 കിലോമീറ്റർ അപ്പുറത്തൊരു സിംഹാസനം, വലിയൊരു ഫാക്സ് അയക്കാൻ പറ്റൂല, നെറ്റ് വഴി കൊണ്ടുവരാൻ പറ്റൂല. നേരെ ആ സാധനം എടുത്തോണ്ട് വരണം. അത് ആർക്ക് കഴിയുമെന്ന് ചോദിക്കാൻ തന്നെ പാട്ടോ. സാധാരണക്കാരന്റെ കഴിവിന്റെ അപ്പുറത്തല്ല സംഗതി. ഒരു സാധാരണ മനുഷ്യന്റെ കഴിവിന്റെ പുറത്തല്ല ചോദിക്കാൻ പാടുണ്ട പ്രവാചകൻ. എന്തുകൊണ്ട് ചോദിച്ചു? അള്ളാഹു കഴിവ് കൊടുത്ത ആളുകൾ ആ സദസ്സിലുണ്ടെന്ന് പ്രവാചകർക്ക് അറിയാം. അവിടെ വെച്ച് തന്നെ ഒരാളത് ഏറ്റു, അയാളത് കൊണ്ടുവന്നു, നേരെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ആസിഫ് ബർഖിയ എന്ന് പറയുന്ന ഒരാളത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ആ സദസ്സിലുള്ള ആളാണ്. അയാൾ അള്ളാഹുവിന്റെ വലിയങ്ങളിൽപ്പെട്ട, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു. അനിതര സാധാരണമായ കഴിവ് പടച്ചിറപ്പ് ചിലർക്ക് കൊടുക്കും. അവിടെ നമ്മൾ എന്ത് ഗണിച്ചാൽ മതി? അള്ളാഹു അവർക്ക് കൊടുക്കും കഴിവ്, നമുക്ക് കൊടുക്കും കഴിവ്. ചിലർക്ക് കഴിവ് കൂടുതൽ കൊടുക്കും, ചിലർക്ക് കഴിവ് കൂടുതൽ കൊടുക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടച്ചിറപ്പ് കൂടുതൽ കഴിവ് കൊടുത്തല്ലോ. നമുക്ക് അള്ളാഹു അത്ര കഴിവ് തന്നിട്ടില്ല. ഈ കൊടുക്കുന്ന കഴിവൊക്കെ പടച്ചിറപ്പ് കൊടുക്കുന്നതാണെന്ന് വിശ്വസിച്ചാൽ പ്രശ്നം തീർന്നു. ഈ കൊടുക്കുന്ന കഴിവുകൾ മുഴുവൻ പടച്ചിറപ്പ് കൊടുക്കുന്ന. നബി തങ്ങളോട് ശത്രുക്കൾ പറഞ്ഞു, ചന്ദ്രനെ ഒന്ന് പിളർത്തി കാണിച്ചു തരണം. നബി തങ്ങൾ നേരെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വര വരച്ചു. ആ ചരിത്രത്തിൽ മുറ്റത്തിറങ്ങി നേരെ ചന്ദ്രനെ നോക്കി ഇങ്ങനെ ഒരു വര വരച്ചു, 2 പിളർപ്പായി. നമ്മൾ ആരെങ്കിലും മുറ്റത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചന്ദ്രനെ നോക്കി 4 വര വരച്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഉറപ്പല്ലേ? എങ്ങനെ ഉണ്ടാവും? ചന്ദ്രനോട്ട് പിളരൂല, നമ്മളെ പേര് മാറും ചെയ്യും. നേരെ മറിച്ച് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദൗത്യം നിർവഹിച്ചപ്പോൾ അങ്ങനെ തന്നെ നടന്നു. നബിതങ്ങളുടെ മഹത്വങ്ങളിൽ എത്രയോ ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളില്ലേ? ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെടുമ്പോൾ അത് അതിശയോക്തിയായി ചിത്രീകരിക്കേണ്ട കാര്യം എന്താ? അതിൽ യാതൊരു തരത്തിലുള്ള അതിശയോക്തിയും ഇല്ലെന്ന് മാത്രമല്ല, മഹത്വക്കൾക്ക് പടച്ചിറപ്പ് കൊടുക്കുന്നൊരു കഴിവാണ്. ചില ആളുകൾ നമ്മൾ കാണാത്ത രഹസ്യങ്ങൾ കാണും. അള്ളാഹുവിന്റെ ലോഹിൽ എഴുതി വെച്ച കാര്യങ്ങൾ വരെ ആത്മീയതയുടെ കണ്ണുകൊണ്ട് നോക്കി കണ്ടുകൊണ്ട് പറയാൻ കഴിയുന്ന ചില ആളുകളുണ്ട്. അത് എല്ലാവർക്കും സാധ്യമായി കൊള്ളണമെന്നില്ല. അതിനെ അതിശയോക്തി എന്നോ അപകടകരമെന്നോ പറയേണ്ട കാര്യമില്ല. തസൗഫിന്റെ കിതാബിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു പദമുണ്ട്, നിങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ എല്ലാവരുടെയും മനസ്സിനെയും ഒരുപോലെ കാണാൻ പാടില്ല. ഏതുപോലെ കണ്ണാടി ചില്ലും അതുപോലെ തന്നെ നമ്മൾ ഭൂതക്കണ്ണാടിയുടെ അഥവാ മൈക്രോസ്കോപ്പിന്റെ ചില്ലും ചില്ലാണെങ്കിലും, രണ്ടും ചില്ലാണെങ്കിലും രണ്ടും ഗ്ലാസ് ആണെങ്കിലും രണ്ടും വ്യത്യസ്ത ഗണത്തിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ലാ തുഖാസു സുജാജുൽ മുജ്ഹിരി ബിസുജാജിൻ നൗഫിദതി. ജനലിന്റെ ഗ്ലാസുമായി മൈക്രോസ്കോപ്പിന്റെ ഗ്ലാസിനെ തുലനം ചെയ്യരുത്. ജനൽ ഗ്ലാസിലൂടെ നോക്കിയാൽ ചിലപ്പോൾ കാണേണ്ടതും കണ്ടില്ലെന്ന് വരും, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാത്തതും കണ്ടു എന്ന് വരും. രണ്ടും ഗ്ലാസ് എന്ന വകുപ്പിൽപ്പെട്ടതാണ്. രണ്ടും ഗ്ലാസ്സാണ്. ഒന്ന് മൈക്രോസ്കോപ്പാണ്, ഒന്ന് ജനൽ ഗ്ലാസ്സാണ്. നമ്മുടെ കൽബും മഹത്തുക്കളുടെ കൽബും തമ്മിലുള്ള വ്യത്യാസമാണ്. ചില മഹത്തുക്കൾ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ അവർ ശരിക്കും നമ്മുടെ നോക്കുമ്പോൾ നമ്മുടെ മുഖം അവർ കളക്കാൻ പറ്റും. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ നോക്കി കണ്ടുകൊണ്ട് നമുക്ക് ചില പ്രവചനങ്ങൾ തന്നു വരും. നബി തങ്ങൾ ചില ആളുകളെ നോക്കിക്കൊണ്ട് അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു. അങ്ങനെ ചില മഹത്തുക്കൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടം, മഹാനവറുകൾ പ്രഭാഷണം നിർവഹിക്കുന്നു. ഒരാൾ സദസ്സിലേക്ക് കടന്നു വരും. മഹാനവറുകൾ പറഞ്ഞു, യദ്ഖുലു അഹദുകും വഫീ ഐനൈഹി അഥറു സിന. ചില ആളുകൾ ഇതാ കയറി വരുന്നവരുടെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ ലക്ഷണമുണ്ട്. ഒരു വാചകം. ആ വന്നിരുന്ന ആൾ അത്ഭുതപ്പെട്ടു പോയി. സദസ്സറിയാത്തൊരു സംഭവം. ഒരാൾ കടന്നു വന്നപ്പോൾ ഒരു പ്രതികരണം. ഖലീഫയുടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, അയാൾ വഴിയിലൂടെ വരുന്നു. കടന്നപ്പോൾ പ്രതികരണം, ചിലർ കടന്നു വരുന്നു, കണ്ണിൽ വ്യഭിചാരമുണ്ട്. അയാൾ എഴുന്നേറ്റ് പേടിച്ചു പോയി. സത്യമാണ്, അയാൾ സമ്മതിച്ചു. അയാൾ നടന്നു വരുമ്പോൾ അന്നഹു റഅ ഇംറഅതൻ ഫി ത്വരീഖ്, അയാൾ വഴിയിൽ ഒരു പെണ്ണിനെ കണ്ടിരുന്നു. ഫതഅമ്മലഹ, അവിടെ ശ്രദ്ധിച്ചു നോക്കി. നളറ എന്നല്ല പ്രയോഗം, തഅമ്മല, ശ്രദ്ധിച്ചു നോക്കി. മനസ്സിൽ ആ പെണ്ണിന്റെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ആ മനസ്സുമായിട്ട് അയാൾ വന്നിരിക്കുന്നത്. അപ്പോഴാ പറയുന്നത് ഈ വാക്ക്,
ഇയാൾ അത്ഭുതപ്പെട്ടു. ഞാൻ വഴിയിൽ വെച്ചൊരു പെണ്ണിനെ നോക്കി ആസ്വദിച്ചത് എങ്ങനെയാ ഖലീഫ പറഞ്ഞത്? അയാൾ എഴുന്നേറ്റ് കൊണ്ട് വളരെ ഭവ്യതയോട് ചോദിച്ചു, ആ വഹിയുൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ മരിച്ചിട്ടും വഹിയുണ്ടോ എന്ന് ചോദിച്ചു. ഖലീഫ പറഞ്ഞു, വഹിയൊന്നുമല്ല, പക്ഷേ അത് ഫിറാസത്തുൽ മുഅ്മിന, മുഅ്മിനിന്റെ മുഖലക്ഷണമാണ്, മുഖത്ത് നോക്കിയാൽ തിരിയുന്നു. അങ്ങനത്തെ ചില ആളുകളുടെ മുഖത്ത് നോക്കിയാൽ കാര്യം ശരിക്കും പഠിച്ച് മനസ്സിലാക്കി അത് അന്ന് കൊടുക്കുന്ന ചില കഴിവാണ്. അവ എല്ലാവരും ഒരുപോലെയാണ് എന്ന ആ നമ്മുടെ മാനദണ്ഡം തന്നെ തിരുത്തണം. ഇതേ സമത്ത പറഞ്ഞു ഒരു അമിതത്വവും സമത്ത കേരള ജമിയത്തുൽ ഉലമ കാണിച്ചിട്ടില്ലല്ലോ. സമത്ത കേരള ജമിയത്തുൽ ഉലമ കേരളീയ മുസ്ലിങ്ങൾക്ക് മുന്നിൽ ഒരു അമിതത്വവും പറഞ്ഞിട്ടില്ല. മരണപ്പെട്ടാൽ ആ കബറുകൾ ചെന്നുകൊണ്ട് ദുആ ചെയ്യണം, അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് കിട്ടുമെന്ന് സമത്ത പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു. ആ മഹത്തുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇടതേടിയാൽ ഗുണമുണ്ടെന്ന് പഠിപ്പിച്ചു. ഇത്രയല്ലേ സമത്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞുള്ളൂ. ഇതിലപ്പുറം ഒന്നും പറഞ്ഞില്ലല്ലോ. പരിശുദ്ധ മദീനയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗള ശരീഫിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തങ്ങൾ വളരെ മനോഹരമായി കവിത ആലപിച്ചുകൊണ്ട് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു റിവാക വഖതമി ബിഹിമാക, നേരെ കവിത ചൊല്ലില്ലേ, നിങ്ങളെ തൃപ്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തങ്ങൾക്ക് അങ്ങനെ പറയാമെങ്കിൽ സാധാരണക്കാരായ നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ ചെയ്ത കഥ നേരെ വന്ന് പറഞ്ഞില്ലേ, അന്തല്ലദീ ലമ്മാ തവസ്സല അദമു മിൻ സല്ലത്തിൻ ബിക ഫഅസവഹു വഅബാക, അങ്ങനെ തന്നെ പറഞ്ഞത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഴം ഭുജിച്ചപ്പോ അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലി എന്ന് പറഞ്ഞു എന്ന് ഹദീസ് ധരിച്ചുകൊണ്ട് അത് കവിതയാക്കി ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തങ്ങൾ നേരിട്ട് റൗദന്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഇമാം അബൂ ഹനീഫ തങ്ങൾ ആരാ? എത്ര വലിയ മഹാപണ്ഡിതനാണ്! അബൂ ഹനീഫ ഇമാം പഠിച്ചു പോയോ? അബൂ ഹനീഫ ഇമാം തെറ്റ് ചെയ്തു പോയോ? അദ്ദേഹം മുശ്രിക്കായോ? അവിടെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇമാം അബൂ ഹനീഫ തങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ സമൂഹത്തിൽ ആരുണ്ട് ദീൻ കൊണ്ട് നടക്കാൻ? അവരൊക്കെ ചെയ്ത പ്രവർത്തനം ശരിക്കും ഇസ്ലാമികമായ തൗഹീദിൽ നിലകൊണ്ട് തന്നെ അത് നമ്മുടെ പൈതൃകാണ് എന്ന് പറഞ്ഞ് നമ്മൾ പൂർവികർ ചെയ്തതേ ചെയ്തു, അവർ കാണിച്ചതേ കാണിച്ചുള്ളൂ, അവർ പറഞ്ഞതേ നമ്മൾ ചെയ്തു. അതിനപ്പുറം സമത്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമൂഹത്തെ കൊണ്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല. തെളിവില്ലാത്തൊരു സംഗതിയും സമത്ത കേരള ജമിയത്തുൽ ഉലമ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. ഈ മഹത്തുക്കളെ ആദരിക്കാതിരുന്നാൽ അത് അനാദരമായി തീരും, അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിഘാതമാകും, അത് ഉറപ്പാണ്. അള്ളാഹുവിന്റെ ഔലിയാഇനെ ആരിഫീങ്ങളെ ആദരിക്കാതെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. അവരിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയമായ ചൈതന്യമുണ്ട്. എന്നാൽ തെറ്റായ മാർഗത്തിലേക്ക് പോയപ്പോൾ സമത്വത്തില്ലേ? എവിടെയെങ്കിലും പോയി അല്പ ദിവസം ഇരുന്നുകൊണ്ട് ആരെങ്കിലും വ്യാജന്മാരായി വന്ന് സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടിയിരുന്നാൽ ആ വഞ്ചനയെ സമത്ത കേരള ജമിയത്തുൽ ഉലമ ശക്തമായി നിർത്തില്ലേ? അത് മുസ്ലിം ഉമ്മത്തിന്റെ പൈതൃകമല്ല എന്ന് പറഞ്ഞു കൊടുത്തില്ലേ? ഒരാൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നാലും ശരി, മുസല്ലയിട്ട് നിസ്കരിച്ചാലും ശരി, വാനലോകത്ത് പറന്നാലും ശരി, അവൻ ഒരിക്കലും വലിയാവുകയില്ല. അവൻ ദീനിന്റെ ഹുക്മകൾ പാലിക്കുന്നുണ്ടോ നോക്കണമെന്ന് പഠിപ്പിച്ചത് സമത്തക്കാരല്ലേ? അഹമ്മദ് കോയ ശാരിയാത്തി തങ്ങൾ ശരിക്കും ഫത്വ കൊടുത്തില്ലേ? ലോ അന്ന റജുലൻ ബസത മുസല്ലാഹു ഫിൽ ബഹർ, കടലിന്റെ മുസല്ലിട്ടാണ് നിസ്കരിച്ചു. ഔ തറബഅ ഫിൽ ഹവാ, വായു ലോകത്ത് അവൻ ചമ്മറം പടിഞ്ഞിരുന്നു. ഫലാ തൗതറു ബിഹി, ചതി കുടുങ്ങാൻ പോണ്ട. അങ്ങനെ വല്ലതും ചെയ്താൽ നൂലും മന്ത്രം ഊതിക്കാൻ ആൾക്കാർ തിരക്കൂട്ടും, വേണ്ട. ആയിട്ടില്ല എന്നാ പറഞ്ഞ സമയം, ആയിട്ടില്ല. ഏതുവരെ? ഹത്താ തൻദുറു കൈഫ തജിദൂന, അയാൾ എങ്ങനെയുണ്ട് എന്ന് ശരിക്കൊന്ന് നിരീക്ഷിച്ച് കണ്ടെത്തണം. ഫിൽ അംരി വൻ നഹി വ ഹിഫ്ദുൽ ഹുദൂദി വ അദാഇ ശരിഅ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന വിഷയത്തിൽ അയാൾ എങ്ങനെയുണ്ടെന്ന് ശരിക്കും പഠിക്കണം. അത് ശരിയായ മുസ്ലിമാണോ, ദീനുണ്ടോ എന്ന് ശരിക്കും പഠിച്ചിട്ട് അയാൾ അതിന് പറ്റുമോ, ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം, ഇല്ലെങ്കിൽ തള്ളിക്കളയണം. ആരാ പറഞ്ഞത്? സമത്ത കേരള ജമിയത്തുൽ ഉലമ. വ്യാജന്മാരെ തള്ളിക്കളയാൻ ഇത്ര സമൂഹത്തെ പഠിപ്പിച്ചൊരു പ്രസ്ഥാനം പറയുന്നത് ഒരു അന്യായവും സമത്ത കേരള ജമിയത്തുൽ ഉലമ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതാ നമ്മൾ പഠിക്കണം. അപ്പോൾ ആദർശ രംഗത്ത് സമത്ത കേരള ജമിയത്തുൽ ഉലമ പാളിച്ച പറ്റിയിട്ടില്ല. ഇല്ലെന്നതിന്റെ തെളിവാണ് കേരളത്തിലെ ഓരോ മതസംഘടനയും പിന്നീട് വന്നപ്പോൾ നിങ്ങൾ നോക്കൂ. തൗഹീദിന്റെ പേരിൽ കടന്നു വന്ന മതസംഘടന രണ്ടായി പിരിഞ്ഞു. നമ്മുടെ കേരളത്തിൽ പിരിഞ്ഞല്ലോ. സമത്ത കേരള ജമിയത്തുൽ ഉലമ അന്ന് പറഞ്ഞ ആശയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇന്ന് വരുത്തിയോ? ഇന്നേ വരെ സമത്ത കേരള ജമിയത്തുൽ ഉലമ ആശയത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ലല്ലോ. നമ്മൾ ആ പൈതൃക സ്വത്ത് തന്നെ കൊണ്ട് നടക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു ഗവൺമെന്റിനെ രൂപീകരിക്കുന്നതിന് വേണ്ടി ഭൗതിക രാജ്യത്ത് വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ ആളുകൾ തിരുത്തിയില്ലേ? പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി സംഘടന ഉണ്ടാക്കിയില്ലേ? ഓരോ വിഭാഗം ആളുകളെയും നിങ്ങൾ നോക്കും. ഏതൊക്കെ മതസംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ടോ അവർക്കൊക്കെ തിരുത്തേണ്ടി വന്ന അനുഭവങ്ങളല്ലേ കേരളത്തിലുള്ളൂ. നേരെ മറിച്ച് സമത്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇന്നേ വരെ തിരുത്തേണ്ടി വന്നിട്ടില്ല.
എന്തുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇത്ര വലിയ സ്ഥാനം നേടി? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കേരളത്തിൽ ഇത്ര വലിയ സ്ഥാനം നേടാൻ കാരണം അതിന്റെ മഹാത്മാക്കളായ നേതാക്കളുടെ മാനസികമായ പക്വതയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട്. വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ജീവിത വിശുദ്ധി, അവർ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി. സംഘടനയുടെ ആദർശ വിശുദ്ധിയും അതിന്റെ നേതൃത്വത്തിന്റെ വിശുദ്ധിയും അത് രണ്ടും പ്രധാനമാണ്. നിങ്ങൾക്കറിയില്ല, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഖദ, അല്ലാഹു ആ മഹാനുഭാവന് അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പവിത്രത എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മുന്നിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അങ്ങനത്തെ ഒരു നേതാവ് കേരളത്തിൽ സംഘടനാ തലത്തിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത്ര വലിയ വിശുദ്ധി കേരളത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ നേരിൽ കണ്ടവരും പരിചയപ്പെട്ടവരും ഒരുപക്ഷെ ശ്വാസം ഉണ്ടാവും. ഏതൊരു വിഷയത്തിലും അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു വലിയ സൂക്ഷ്മതയാണ്. അത് വലിയ കാര്യമാണ്. വര എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമാണ്. എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയാവുന്ന ഒരു വാക്കാണ്. ഭൗതികതയിൽ വീണ് പോകാത്തൊരു മനുഷ്യരില്ലല്ലോ. ഏത് മനുഷ്യനും ഭൗതികതയിൽ പക്ഷെ വീണ് പോകും. നേരെ മറിച്ച് കണ്ണിയത്ത് ഉസ്താദിനെ നിങ്ങൾ കൊണ്ടുപോയി ചെറുതോ വലുതോ ആയ ഒരു സംഖ്യ കൊടുത്തു നോക്കും. അനുഭവസ്ഥ ശാസ്ത്രത്തിലേക്ക് പറയട്ടെ, മറിച്ചൊരു അനുഭവം. അദ്ദേഹത്തിന് നിങ്ങൾ കൊണ്ടുപോയി ഒരു 10 രൂപ കൊടുത്താൽ അനുഭവസ്ഥർ പറയുന്നു, ഞങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിച്ചിട്ട് 3 ചോദ്യം മിനിമം അദ്ദേഹം ചോദിക്കും. 3 ചോദ്യം. ഒന്നാമത്തേത് അദ്ദേഹം ചോദിക്കും, നിനക്കെന്താ ജോലി? പിന്നെ ചോദിക്കും, നിനക്ക് എത്ര സമ്പാദ്യം, അല്ലെങ്കിൽ നിന്റെ ശമ്പളം എത്രയാ? പിന്നെ ചോദിക്കും, ഇതെന്തിനാ എനിക്ക് തരുന്നത്? 3 അർത്ഥമുണ്ട്. എന്താ കാര്യം? ഒന്നാമത്തെ ചോദ്യം, നിനക്കെന്താ ജോലി എന്ന് ചോദിച്ചാൽ ഇത് ഹലാലായ മാർഗത്തിലുള്ളതാണോ നോക്കണം. വല്ല വൃത്തികെട്ട സമ്പാദ്യമാണെങ്കിൽ സ്വീകരിക്കാം. ഇത് ഹലാലായ സമ്പാദ്യമാണോ, കച്ചവടമാണോ, അവന്റെ വരുമാനമാണോ, എന്താണ് അവന്റെ ജോലി എന്ന് ചോദിക്കും. ആ ജോലി ഹലാലായ ജോലിയാണെങ്കിൽ മാത്രം അദ്ദേഹം സ്വീകരിക്കും. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് എത്രയാണ് വരുമാനം? എന്താ ചോദിക്കുന്നത്? വരുമാനത്തിൽ എത്രയുണ്ട് ഇയാൾക്ക് എനിക്ക് തരാൻ സാധ്യത എന്നൊക്കെ പഠിക്കണ്ടേ? കാരണം കുടുംബത്തെ പോറ്റാതെ, കുടുംബത്തിന് ഒന്നും കൊടുക്കാതെ കൊണ്ടുപോയി ഒക്കെ ഉത്സാഹം കൊടുക്കുന്ന അവസ്ഥയാണെങ്കിലോ അത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കുടുംബത്തെ പോറ്റൽ നമ്മുടെ പ്രഥമ ബാധ്യതയാണ്. ചാപ്പനങ്ങാടി ബാപ്പുസിയുടെ താരീഖിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. അദ്ദേഹം ഒരുപാട് ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിച്ചിരുന്ന വലിയ മഹാൻ. കോട്ടക്കല പാലപ്പുറ പള്ളിയിൽ ഒരിക്കലും ഒരു ദിക്ർ ഹൽക്ക ഇങ്ങനെ നടക്കുക. ആ ദിക്ർ ഹൽക്കയ്ക്ക് ബഹുമാനപ്പെട്ട ഒരു നേതൃത്വം കൊടുക്കുന്നു. ആ ദിക്ർ ഹൽക്കയിൽ ഒരു മനുഷ്യൻ ദിക്ർ ഹൽക്ക നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരു സാധാരണക്കാരൻ. അയാൾ വന്നിരുന്നു ദിക്ർ ചൊല്ലുക. ദിക്ർ ചൊല്ലുമ്പോൾ അയാൾ വിളിച്ചു, ചാപ്പനങ്ങാടി ബാപ്പുസിനെ പരസ്യത്തിൽ വിളിച്ചു, ഇവിടെ വാ വിളിച്ചു. ദിക്റിന്റെ ഹൽക്കയിൽ വന്നിരുന്ന ആളെ കൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അത്രേ ആളുകളൊക്കെ സാക്ഷിയാണ്, ഇദ്ദേഹത്തിന്റെ സ്മരണകയിലുണ്ട്. നേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിലെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കണം, അവർക്ക് നീ ഒന്നും കൊണ്ടുപോയി കൊടുത്തില്ലല്ലോ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് നീ ദിക്ർ ചൊല്ലിയാൽ മതി. ഇപ്പോൾ നാട്ടിൽ ദിക്ർ ഇപ്പൊ ചൊല്ലണം. സ്വന്തം ഭാര്യയും മക്കളെയും പട്ടിണി കിട്ടിട്ട് പള്ളിയിൽ വന്നിട്ട് ദിക്ർ ചൊല്ലുന്നവനല്ല പ്രധാനം. അവൻ ഭാര്യയും മക്കളെയും പോട്ടണം, അവന് വേണ്ട സൗകര്യം ചെയ്ത് നോക്കണം അവർക്ക്. അവന്റെ സമ്പാദ്യം ഒരാൾ വന്നിട്ട് ഉസ്താദിന് കൂടെ സംഭാവന കൊടുത്തോണ്ടായില്ലേ, അവന്റെ മക്കൾക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ? അവ ബഹുമാനപ്പെട്ട ഒരു സൂക്ഷ്മത പുലർത്തുന്നത് എത്രത്തോളം ഈ വരുമാനം, ഇവന്റെ വരുമാനത്തിന് എനിക്കിത് തരാൻ മാത്രമുണ്ടോ? മൂന്നാമത് ചോദിക്കും, എന്തിനാത് തരുന്ന? ഇവൻ നാളെ വല്ല കള്ളപത്രമായി വാങ്ങാൻ വന്നാലോ വീണുപോകില്ലേ? എന്തുദ്ദേശത്തിലാണ് നീ ഇത് തരുന്നത് എന്ന് ചോദിച്ച് അതിന്റെ ഉദ്ദേശ്യം വരെ വ്യക്തമായിട്ട് അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു നേതാവ് എന്തുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചു, അതും കൂടി നമ്മൾ പാഠമാണ്. ഈ ജംഇയ്യത്തിന്റെ തലപ്പത്ത് എന്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു? അപ്പൊ നമ്മളൊക്കെ പ്രവർത്തിക്കാൻ സൗകര്യമുള്ള മേഖലയിലാണ്. നിങ്ങളൊക്കെ പ്രയാസപ്പെട്ട് അവധി ദിനമല്ലാഞ്ഞിട്ട് പോലും ഇത്രയും വന്നിരുന്നത് സമത്തെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ, എന്റെ പ്രസംഗം കേൾക്കാനല്ലോ. ആ പ്രസ്ഥാനത്തുള്ളൊരു സ്നേഹമാണ് അതിന്റെ സമ്മേളന പ്രമേയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ സമ്മേളനവും ഈ പ്രമേയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂർവികർ നടത്തിയ ആ ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിന്റെ പിന്മുറക്കാരായി മാറുമ്പോൾ എന്ത് കിട്ടുന്നു നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്? എന്തിനാ ഇഷാ മാരുവിന്റെ ഇടയിൽ ഇത്രയും സൂക്ഷ്മതയുള്ള കണ്ണിയത്ത് ഉസ്താദൊക്കെ പരസ്യമായി സംഘടനക്ക് ദുആ ചെയ്യാൻ വേണ്ടി വേദിയിൽ വന്നത്? എന്തിനാണ് വിവാദ കാലഘട്ടത്തിൽ അദ്ദേഹം സമത്വ വേദിയിൽ നിന്ന് വേദിയിലേക്ക് സഞ്ചരിച്ചത്? ആ സമയത്ത് ഈ ജംഇയ്യത്ത് കേരളത്തിൽ നിലനിന്നതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ടായിട്ട് ഒരുപാട്. നിങ്ങൾ പരിശോധിക്കൂ, വാളയാർ ചുരത്തിന്റെ അപ്പുറത്ത് ഈ സൗകര്യമുണ്ടോ? നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇവിടെ ഹജ്ജിന് വന്നവരും ജോലിക്ക് വന്നവരുമായ പലരെയും കുറെ കാലമായി കാണുന്നുണ്ടല്ലോ നിങ്ങൾ. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മതബോധമുള്ള ഏതെങ്കിലും ഒരുത്തരം നിങ്ങൾ ഇവിടെ കണ്ടോ? ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? ഇവിടുത്തെ തന്നെ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥന്മാരുമായി പലപ്പോഴും ബന്ധപ്പെടുത്താൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ കേരളത്തിലെ ഹാജിമാരുടെ പെർഫോമൻസ് അവരെടുത്തു പറയും. അവർക്ക് ഹജ്ജിന്റെ വിഷയത്തിലുള്ള പഠനവും പഠന താല്പര്യവും അവരെടുത്തു പറയും. കേരള മുസ്ലിങ്ങളുടെ സംഘശക്തിയെ കുറിച്ച് അവർ പറയും. കേരള മുസ്ലിങ്ങളുടെ മതബോധത്തെ കുറിച്ച് അവർ പറയും.
നിങ്ങൾ എവിടെ ചെന്നാലും ശരി, മതബോധത്തിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെ മുസ്ലിമിനേക്കാൾ ഒരു പടി മുമ്പിൽ നിങ്ങളാണ്. എന്താ കാരണം? നോർത്ത് ഇന്ത്യയിൽ ഒരു പണ്ഡിതന്റെ കിടപിടിക്കുന്ന സാധാരണക്കാരന്റെ കേരളത്തിൽ ഞാൻ അന്തസ്സോടെ പറയും. എന്താ കാരണം? അത് ഈ ആലിമീങ്ങൾ ഉണ്ടാക്കി തന്ന മതപരമായ ബോധനത്തിന്റെ ഒരു ആശയം. ഏത് ഗ്രാമത്തിലൊരു മദ്രസ എവിടെയുണ്ട് ഇന്ത്യയിൽ? അങ്ങനെ ഏത് ഗ്രാമത്തിലും പള്ളികൾ സാധാരണക്കാരന്റെ ദീനിനെ കുറിച്ച് അറിയണമെങ്കിൽ പള്ളിയിൽ പോയി ചോദിക്കാൻ അവസരമുണ്ടല്ലോ. സാമൂതിരിപ്പാടിന്റെ കാലത്ത് നമ്മുടെ കേരളത്തിലെ പ്രയോഗമാണ്, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇന്നിപ്പോ നമ്മൾ തമാശക്ക് പറയുന്നതാണ്. സാമൂതിരി മഹാരാജാവ് കേരളം ഭരിച്ചിരുന്ന കാലത്ത് മുസ്ലിങ്ങൾക്ക് സകല സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. പള്ളിക്ക് പോകാത്തവരെ ശിക്ഷിച്ചിരുന്നു. പള്ളിക്ക് പോകാത്തവരെ ശിക്ഷിക്കാൻ അധികാരം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് കാതി തീരുമാനിക്കാൻ വേണ്ടി പള്ളിക്ക് വിടും. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, സാമൂതിരിയുടെ മുമ്പിലേക്ക് വരണ്ട. പള്ളിയിൽ നിന്ന് തീരുമാനിച്ചിട്ട് നടക്കാത്തൊരു വിഷയത്തിൽ മാത്രമേ ഭരണാധികാരി ഇടപെടൂ. അതായിരുന്നു അന്നത്തെ ആലിമിനുണ്ട് കൊടുത്തിരുന്ന വില. ആ വില ഇങ്ങനെ തുറന്നു പോകുന്ന മഖ്ദൂമി കാലഘട്ടമാണ്. സാമൂതിരി കാലഘട്ടം എന്ന മഖ്ദൂമി കാലഘട്ടമാണ്. മഖ്ദൂമികൾക്ക് കൊടുത്തിരുന്ന ഒരു വിലയാണ് പണ്ഡിതന്റെ സമൂഹത്തിനുണ്ടായിരുന്ന വില. ആ പണ്ഡിതന്മാരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ മാതൃക പൈതൃകം കാഴ്ചവെച്ചത്. ആ പൈതൃകത്തിലൂടെ പോതപ്പെടാൻ നമുക്ക് ഈ നേട്ടം കിട്ടിയത്. ആലിമിനെ മുമ്പിൽ നിർത്തി ഈ സമൂഹത്തിൽ ദീൻ നടത്താൻ ഉമറാക്കൾ സഹായിച്ചപ്പോ ആലിമീങ്ങളും ഉമറാക്കളും ഒപ്പം നിന്നപ്പോൾ സാധാരണക്കാർ പിന്തുണച്ചു ഈ മൂന്ന് കൂട്ടർ. من عنده مال فليتصدق بماله ومن عنده علم فليتصدق بعلمه ومن عنده قوة فليتصدق بقوته. ഇൽമും അതുപോലെ തന്നെ മാലും ഖുവ്വത്തും, പണ്ഡിതന്റെ ഇൽമും സമ്പന്നന്റെ സമ്പത്തും സാധാരണക്കാരന്റെ സംഘശക്തിയും, ഇത് മൂന്നും ഒരുമിച്ചു കേരളത്തിൽ ഒരേ ദിശയിലൂടെ സഞ്ചരിച്ചു. ഇത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദീനി പ്രബോധനമാണ്. ലോകത്ത് ഇന്ന് പഠിക്കേണ്ട പാഠം അതാണ്. ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ലോകത്ത് ഒരുപാട് സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ട്, ലോകത്ത് ഒരുപാട് സമ്പന്നരായ മുസ്ലിങ്ങളുണ്ട്. സമ്പന്നന്റെ മാർഗത്തിലൂടെ ബിസിനസ്സുമായി പോകുന്നു, സാധാരണക്കാരൻ ചിതറിക്കിടക്കുന്നു. അതുപോലെ തന്നെ പണ്ഡിതന്മാർ മറ്റൊരു ലോകത്ത് സമ്മേളിച്ചുകൊണ്ട് ഫത്വ കൊടുക്കാൻ മാത്രം അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ മാത്രം വേദികൾ ഉണ്ടാക്കുന്ന ജനകീയ പ്രബോധനം എവിടെ? സമത്തെ കാണിച്ചത് ജനകീയ പ്രബോധനമാണ്. ഏത് ഗ്രാമത്തിലേക്കും ഓർഗനൈസർമാർ ഇറങ്ങി വന്നു. സമത്തിന്റെ ആലിമീങ്ങളുടെ സേവനം അതാ. നമ്മൾ കണ്ട പൈതൃകം, നമ്മൾ പഠിച്ച പാഠം, ഈറാണിക്കുന്ന ഓർമ്മകളാണ് നമ്മുടെ പൂർവ്വിക നേതാക്കളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സുന്നി യുവജന സംഘത്തെ ഈ വിധം എത്തിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട CH ഐദറുസ് മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആരാ CH ഐദറുസ് മുസ്ലിയാർ? അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒരു ഓർഗനൈസറായി അദ്ദേഹം ഇറങ്ങി തിരിച്ചു. പൂക്കോയത്തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായ കാലത്ത് മഹാനായ സയ്യിദ് പാണക്കാട്ട പൂക്കോയത്തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റാണ്. 1969 മുതൽ പഠിക്കണം നിങ്ങൾ. പാണക്കാട്ട പൂക്കോയത്തങ്ങളായി പ്രസ്ഥാനം നടത്തിയത്. പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായി വിരോധിക്കപ്പെട്ടു. ആ മഹാനുഭാവന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിച്ചു. ഐദറുസ് മുസ്ലിയാർ ഇടക്കൊളുത്തുന്ന ദർസ് നിർത്തിവെച്ചുകൊണ്ട് ഫീൽഡിൽ ഇറങ്ങി. പ്രസിഡന്റ് സയ്യിദ ജനങ്ങൾക്ക് സ്വീകാര്യനാണ്. സമത്വ കേരള ജംഇയ്യത്തുൽ ആദർശം ജനങ്ങൾക്ക് സ്വീകാര്യമാണ്. നേതാവും ആദർശവും സ്വീകാര്യം. ഇനി ഒന്ന് പ്രവർത്തിച്ചു കൊടുത്താൽ മതി. ഐദറുസ് മുസ്ലിയാർ ദർസ് നിർത്തിവെച്ച് ഇറങ്ങി പ്രവർത്തിച്ചു. ആലിമീങ്ങളുടെ നിർദ്ദേശപ്രകാരം ഗ്രാമാന്തരങ്ങളിൽ പോയി ആളുകളെ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ശൈലി തന്നെ ഒരു പ്രബോധനത്തിന്റെ ശൈലിയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ദാർഹുദിലെ കുട്ടികൾ പ്രസിദ്ധീകരിച്ചെന്ന് ചോദിച്ചാൽ അറിയാം. ദാർഹുദിലെ കുട്ടികൾ പ്രസിദ്ധീകരിച്ച വളരെ മനോഹരമായി ദാർഹുദക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രമുഖനായ പണ്ഡിതനായിരുന്ന പ്രൊഫസർ ഇ മുഹമ്മദ് സാ, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഐദറുസ് മുസ്ലിയാർ മരണപ്പെട്ടു പോയി. രണ്ടുപേർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. രണ്ടുപേരും സമത്തെ സ്നേഹിച്ച വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. ബഹുമാനപ്പെട്ട ഇ എം സാറ് തിരുവനങ്ങാടി PSMO കോളേജിൽ നിന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരിക്കുമ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്തുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തെ വന്ന ആളാണ്. പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ രണ്ടുപേരും മറക്കാൻ കഴിയില്ല അവരെ. ഐദറുസ് മുസ്ലിയാറും ഇ എം സാറും ഒരേ നാട്ടുകാരാണ്. മഹാനായ ഐദറുസ് മുസ്ലിയാർ, ഇ എം സാർ, ഇവർ രണ്ടുപേരും ഒരേ നാട്ടുകാർ. ഐദറുസ് മുസ്ലിയാർ നേരത്തെ മരിച്ചു, ഇ എം സാറെ പിന്നെയും മരിച്ചു. ഐദറുസ് മുസ്ലിയാർ മരിച്ചപ്പോ ഇ മുഹമ്മദ് സാർ അദ്ദേഹത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതി. ആ കുറിപ്പ് ഞാൻ വായിച്ചു. നിങ്ങളും വായിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു. അദ്ദേഹം എഴുതി, മംഗലാപുരത്ത് ഒരു പ്രോഗ്രാമിന് പോയ അനുഭവം. നമ്മുടെ നേതാക്കൾ അങ്ങനെയാണ്, അവരുടെ ദഴവത്ത് അങ്ങനെയാണ്. മംഗലാപുരത്തിനപ്പുറത്ത് വളരെ ദൂരെ കർണാടകയുടെ ഉൾഭാഗത്ത് മലപ്പുറത്ത് ഇവിടെ നിന്ന് ചെന്ന് ഹോട്ടൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകൾ അവിടെ ഒരു ചെറിയ ബിസിനസ്സും സംവിധാനവും ഒക്കെ ആയപ്പോൾ അവർക്ക് തോന്നി ഇവിടെ ഒരു മദ്രസയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു ഉത്ബോധനം സംഘടിപ്പിച്ചാൽ കൊള്ളാമെന്ന്. അതിന് ജനങ്ങളെ മനസ്സിൽ തട്ടുന്ന ഉത്ബോധനം നടത്താൻ പറ്റിയ ഒരു പണ്ഡിതനെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. മലയാളികളുടെ സ്വഭാവം, അവര് നേരെ ഐദറുസ് മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഇൻസാറും ചെന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ചെന്ന് അവിടെ ഒരു ഉത്ബോധന പ്രസംഗമൊക്കെ നടത്തി. മംഗലാപുരത്ത് ഇറങ്ങി കാറിന് അവരെ കൊണ്ടുപോയി അവിടെ എത്തി പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് തിരിച്ചു പോരുന്ന സന്ദർഭം. അതാണ് രംഗം.
തിരിച്ചു പോരുന്ന രംഗത്ത് സംഭവിച്ച ഒരു രസകരമായ സംഭവമാണ് അദ്ദേഹം മരണശേഷം ഐദറൂസ് മുസ്ലിയാരെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത്. തിരിച്ചു പോരാണ്. അപ്പൊ യോഗത്തിന് ഇവര് മംഗലാപുരത്ത് ഇറങ്ങി കാറിൽ കൊണ്ടുപോയി സമ്മേളന രംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉത്ബോധന പ്രസവം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഐദറൂസ് മുസ്ലിയാർ പറഞ്ഞു, മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ തീവണ്ടിക്ക് ടിക്കറ്റ് ഉണ്ടല്ലോ, ഐദറൂസ് ലളിതാണ്, അതുകൊണ്ട് മംഗലാപുരത്തേക്ക് ഇനി കാറൊന്നും വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടി കയറ്റി വിട്ടാൽ ഞങ്ങൾ അവിടെ നിന്ന് പോയിക്കോളാന്ന് പറഞ്ഞു. സംഘാടകർക്ക് ആശ്വാസമായി. പൊതുവെ എങ്ങനെയാണല്ലോ, ഒരു പരിപാടിക്ക് കൊണ്ടുവരുന്നത്ര താല്പര്യം തിരിച്ചു കൊണ്ടാക്കാൻ ഉണ്ടാവില്ലല്ലോ. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കണ്ട, ഇവിടെ അത് വിഷയമല്ല. മറിച്ച് പൊതുവെ എങ്ങനെയാണ്, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ധാരാളം എല്ലാവർക്കും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇവരൊക്കെ എന്നെക്കാൾ ഏറെ അനുഭവമുള്ള ആളുകളെ. അപ്പൊ അതുകൊണ്ട് ഐദറൂസ് മുസ്ലിയാർ അത് പറഞ്ഞപ്പോൾ സംഘാടകർക്ക് വലിയ സന്തോഷമായി. അവരെന്തായാലും ഈ കാറൊന്നും വേണ്ട, ഏതായാലും പരിപാടി കഴിഞ്ഞല്ലോ കയറ്റി വിട്ടാൽ മതി. ഇവർ രണ്ടുപേരുണ്ട്, ഒരു ലോറി കയറിയാണ്. സന്തോഷമായി ലോറി കയറിപ്പോയി. ഈ ലോറിയിൽ കയറി ഉടനെ അവർ യാത്ര ആരംഭിക്കുക. ആ ലോറിയിൽ യാത്ര ആരംഭിച്ചപ്പോൾ ഏതാണ്ട് അരമണിക്കൂറിലധികം യാത്രയുണ്ട് മംഗലാപുരത്തെ. ലോറിയിൽ കയറി ആ രംഗമാണ് ബഹുമാനപ്പെട്ട ഈ മുഹമ്മദ് സാർ വിശദീകരിക്കുന്നത്. ലോറി കയറിയപ്പോൾ ഡ്രൈവറെ പരിചയപ്പെട്ടു, ഡ്രൈവറുടെ പേര് ചോദിച്ചു, അവന്റെ നാട് ചോദിച്ചു, വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സംഭവിച്ചു നോക്കുമ്പോൾ, വിശദീകരിച്ച് നോക്കുമ്പോൾ ഇവൻ നാട്ടിലെ RSSന്റെ കാര്യമാണ്. ഈ ഡ്രൈവർ ക്ലിയർ മോശമല്ല. RSSന്റെ അവരുടെ ലോക്കൽ സെക്രട്ടറിയാണ് ഇരിക്കുന്ന ഡ്രൈവ് ചെയ്യുന്നത്. സ്വാഭാവികമായും പാതിരാ നേരത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അന്യ നാട്ടിലെ രണ്ടാളുകൾ, അതും നല്ല ഇസ്ലാമിക ഷിയാറിന്റെ താടിയും തലപ്പാവൊക്കെയുള്ള രണ്ടാളുകൾ, ഈ സാറിനെയും കണ്ടാൽ ഒരു പണ്ഡിതനെ പോലെ തോന്നും, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്. ഇത് എഴുതി വെച്ച രംഗമാണ് ഞാൻ പറയുന്നത്, കേവലം കേട്ടുകേൾവിയല്ല. അങ്ങനെ ഇങ്ങനെ പോരുന്ന സമയത്ത് ഈ മുഹമ്മദ് സാർ പറഞ്ഞു, എനിക്കാകെ ഭയമായി. അദ്ദേഹം ആ ഭയപ്പാട് ശരിക്കും രേഖപ്പെടുത്തുന്നുണ്ട്. ഐദറൂസ് മുസ്ലിയാർക്ക് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിന്റെ ശരീരങ്ങൾ സ്പർശിച്ച് ഇങ്ങനെ ഒഴിഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതി. ഡ്രൈവറോട് അങ്ങനെയൊക്കെ സംസാരിച്ച് ഡ്രൈവിങ്ങിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓടി 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 വണ്ടി മംഗലാപുരത്തെത്തിയത് അറിഞ്ഞില്ല. ഭയത്തോട് കൂടി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് ഏതായാലും മംഗലാപുരത്തെത്തി വാഹനത്തിൽ നിന്ന് ലോറിയിൽ നിന്ന് ഇറങ്ങുമ്പോ ആ ഡ്രൈവർ ചെയ്തൊരു പ്രവർത്തനം എന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് പ്രൊഫസർ എഴുതിയിട്ടുള്ളത്. അതാണ് അത്ഭുതം. മംഗലാപുരത്ത് വാഹനം ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവർ ക്ലീനറുടെ കയ്യിൽ ബലമായി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഐദറൂസ് മുസ്ലിയാരെ ഒരു ഉപകാരം ചെയ്യണം. എന്താണ്? ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൈ വളരെ ഭവ്യതയോട് കൂടി നിർത്തി പിടിച്ചിട്ട് ഈ ക്ലീനറെ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇവൻ ഇടക്കിടക്ക് കള്ളുകുടി. ഉസ്താദ് എന്ന് പറഞ്ഞില്ല, അവൻ അറിയില്ലല്ലോ. മുസ്ലിയാരെ ഇവൻ ഇടക്കിടക്ക് കള്ളുകുടി. ഞാൻ ഇവനോട് എന്ത് പറഞ്ഞാലും ഇവൻ അവസാനിപ്പിക്കില്ല, ഇടക്ക് പിന്നെയും കുടി. അതുകൊണ്ട് നിങ്ങൾ ഇനി കള്ളു കുടിക്കില്ല എന്ന് ഇവനെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടേ നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ. നിങ്ങളെ കൈ പിടിച്ച് സത്യം ചെയ്താൽ അവൻ ഇനി കുടിക്കൂല, നിങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ ഡ്രൈവർ നിർബന്ധിച്ചിട്ട് ഐദറൂസ് മുസ്ലിയാർ ഈ ക്ലീനറെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാണ് വണ്ടി നടക്കുന്നത്. അപ്പൊ ഐദറൂസ് മുസ്ലിയാരുടെ കൈ പിടിച്ചിട്ട് ക്ലീനർ സത്യം ചെയ്താൽ കുടിക്കൂല എന്ന് ഈ RSSകാരനായ ഡ്രൈവർക്ക് എങ്ങനെ തോന്നിയത്? ആ കുറഞ്ഞ സമയത്തെ ഇടപെടലിൽ നിന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ദഴവത്താണ്. ആ ഒരു ദഴവത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം നോക്ക് നിങ്ങൾ. ഒരു മാസമോ 2 മാസമോ അദ്ദേഹത്തിന്റെ ആ ചുറ്റുവട്ടത്താൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്താവും? ഒരു നാമുസ്ലിമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ മനുഷ്യൻ വരുന്ന ഉറപ്പല്ലേ? ഒരു രാത്രി അല്പസമയത്തെ ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദ വലയം. എന്താ? ആ മനുഷ്യന്റെ പ്രകൃതിയും പ്രവർത്തനവും കണ്ടാൽ അങ്ങനെ ഒരു ജാടകളുമില്ലാത്ത അവസ്ഥ, ഒരു തരത്തിലുള്ള ജാടകളും കാണിക്കാത്ത അവസ്ഥ. അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയുടെ പ്രത്യേകത അതാണ്. ഏതൊരു മഹല്ലത്തിൽ ചെന്നാലും അവിടെ അദ്ദേഹം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും. എങ്ങനെയാ കേരളത്തിൽ ഈ പള്ളി ദർശകളൊക്കെ ഉണ്ടാക്കിയത്? മലപ്പുറം ജില്ലയിലൊക്കെ പല പള്ളി ദർശകളും ഉണ്ടാക്കാൻ അദ്ദേഹം നേരെ ചെല്ലും. നേരെ അദ്ദേഹം ചെന്നിട്ട് ഒരു പള്ളിയിൽ അസർ നമസ്കരിക്കാനെത്തും. എന്നിട്ട് അസർ നമസ്കരിച്ച് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഉത്ബോധിപ്പിക്കും, നമുക്കിവിടെ ദർസ് വേണ്ടേ. ആ നാട്ടിലെ പ്രമുഖനായ സമ്പന്നന്റെ വീട്ടിലേക്ക് അവര് കുറച്ച് ആളുകൾ ചെല്ലും. എന്നിട്ട് അദ്ദേഹത്തോട് പറയും, ഇത്രയും സമ്പത്തും സൗകര്യമൊക്കെ പഠിച്ചടപ്പം തന്നു, അൽഹംദുലില്ലാ. മക്കൾ എന്തൊക്കെ ചെയ്താലും ശരി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഇത് ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ എന്താവും? നിങ്ങൾക്ക് വല്ലതും ഉണ്ടാവും. അവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പള്ളിയിലേക്ക് എന്തെങ്കിലും ഒരു ദർസിന് വേണ്ടി വഖഫ് ചെയ്യാം. അതിന്റെ പാടശേഖരം അല്ലെങ്കിൽ തെങ്ങുംതോപ്പ് വഖഫ് ചെയ്യിച്ചിട്ട് അതിന്റെ വരുമാനം കൊണ്ട് ദർസ് ആരംഭിച്ച അനുഭവം എത്രയുണ്ട് മലപ്പുറം മറ്റു പ്രദേശങ്ങളിൽ പല മേഖലകളിൽ. അതൊരു ദഅവത്ത. അങ്ങനെ ആ പൈതൃകത്തിലൂടെ കെട്ടിപ്പടുത്ത പരിശുദ്ധ ദീനല്ലേ നമ്മുടെ കയ്യിലുണ്ട്. ആ ചിന്ത നമ്മുടെ വളരുന്ന തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട കടമ നമുക്കില്ലേ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ ഈ പ്രമേയത്തിലൂടെ നമ്മുടെ സമൂഹത്തോട് ചോദിക്കുന്നത് ഈ പൈതൃക സന്ദേശം അടുത്ത തലമുറക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് അറിയില്ല. അവർ പറന്നു വീടുമ്പോൾ വലിയ സൗകര്യത്തിന്റെ മടിത്തട്ടിലേക്ക് ഇറങ്ങി വന്ന പോലെയാണ് അവര്. ഈ പള്ളിയും ഈ മദ്രസയും ഒക്കെ സ്വയംഭൂവായതുപോലെ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ കുറിച്ച് അവർക്ക് വല്ലതും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ നമ്മുടെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കേണ്ട കടമ നമുക്കില്ലേ? ആ കടമ ആര് നിർവഹിക്കും?
ആ കടമ ശരിക്കും നിർവഹിക്കേണ്ടവർ നമ്മളാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആത്മീയതയേക്കാൾ ചൂഷണമാക്കുന്ന ആളുകളുണ്ട്. കേവലം ചൂഷണം, വെറും ചൂഷണം മാത്രമാക്കുന്ന ആളുകൾ. ആ ചൂഷണമല്ലേ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ചർച്ച. എന്നിട്ട് പോലും നിങ്ങൾ നോക്കൂ, ഇത്രയൊക്കെ വശനായ ഒരു രംഗമുണ്ടായിട്ടും സമൂഹത്തിൽ അത് സമ്മതിക്കാൻ അവർ തയ്യാറുള്ള ദുരഭിമാനം ആ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അറിയാം. എല്ലാ ആളുകൾക്കും മനസാക്ഷിയെ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് പറയാൻ കഴിയില്ല. അവർ പ്രചരിപ്പിക്കുന്ന പ്രചരണം 100% തെറ്റല്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് വ്യാജം പ്രചരണം. ഞാനത് പരത്തി പറയുന്നില്ല, കാരണം പറയേണ്ട ആവശ്യമില്ലാത്ത വിധം അപകടകരമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേരിൽ ഒരു പ്രചരണം നടത്താൻ പാടില്ല. ഇപ്പോൾ അവരുടെ പക്ഷത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ അത്. സത്യത്തിൽ അവർക്ക് പാണിച്ച പറ്റിയത് അവിടെയൊന്നുമല്ല. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, ആ രണ്ട് മഹത്തുക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരിക്കുമ്പോ ആ രണ്ട് മഹാത്മാക്കളുടെ ശിഷ്യത്വം അവകാശപ്പെടാനല്ലാത്ത ഈ രണ്ടു പേരുടെ ഗുരുക്കന്മാരാണെന്ന് പറയാവുന്ന ഒരാളും മറുവശത്തുണ്ടായിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് മരണപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹത്തെ പുറത്താക്കി പുതിയ പ്രസിഡന്റിനെ അവരോധിച്ചു. ശരിയാണ്. ശംസുൽ ഉലമ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പുതിയ ജനറൽ സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്യുക ശരിയാണ്. ആ രണ്ട് മഹത്തുക്കളുടെ കയ്യിൽ എന്ത് തെറ്റാ സംഭവിച്ചത് എന്ന് അവർക്ക് സമൂഹത്തിന് പറയാൻ കഴിയുമോ? കേവലം രാഷ്ട്രീയമായ വൈരത്തിന്റെ പേരിലല്ലേ അത് സംഘടിപ്പിച്ചതവർ? സത്യത്തിൽ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ആ മഹാനായ മനുഷ്യൻ എത്രത്തോളം അതിന്റെ പേരിൽ വേദനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സ് വരെ വേദനിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ കേസ് കൊടുത്തപ്പോൾ, സമസ്തക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ സംഘടനയെ ഭൗതിക കോടതിയിലേക്ക് വലിച്ചു വെച്ചതാരാ? അതിന്റെ പേരിലാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് പൊട്ടിക്കരഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ 1988 ഡിസംബർ മാസം 1-ാം തീയതി സമസ്തയുടെ മുശാവറ യോഗം ചേരുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടിയ ആ യോഗത്തെ കോടതിയിൽ സ്റ്റേ ചെയ്തപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് വീട്ടിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലിന് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ മാനു മുസ്ലിയാരും മൈദൂർ മുസ്ലിയാരും സാക്ഷികളാണ്. അവർ ചെല്ലുമ്പോൾ സമസ്തക്കെതിരെ കേസ് കൊടുത്തു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദ് തേങ്ങി കരഞ്ഞു. തന്റെ 26-ാമത്തെ വയസ്സിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായി ആ മഹാനുഭാവൻ സമസ്തക്ക് വേണ്ടി സേവനം തുടങ്ങിയതാണ്. സമസ്തയുടെ പ്രസിഡന്റായി അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് സമസ്തക്കെതിരെ കേസ് കൊടുക്കുന്നത്. വാടക്കാട്ടിൽ ചൂട്ട് കെട്ടി സുബഹിക്കുമ്പോ പുറപ്പെട്ട് ഫറൂഖിൽ വെച്ച് സുബഹി നമസ്കരിച്ച് പിന്നെയും നടന്ന് കോഴിക്കോട്ടേക്ക് മുശാവറയുള്ള ദിവസം കാൽനടയായി നടന്നുകൊണ്ട് മൂതാക്കരപ്പള്ളിയിൽ സമസ്തയുടെ മുശാവറ കൂടി തിരിച്ചു വാഴക്കാട്ടേക്ക് നടന്നു പോയിരുന്ന ഒരു കാലഘട്ടമുണ്ട് കണ്ണിയത്ത് ഉസ്താദ്. പാങ്ങിൽ അഹമ്മദ് കുട്ട മുസ്ലിയാർ പാങ്ങിൽ നിന്ന് പുറപ്പെട്ടിട്ട് വെളിമുക്കിൽ വെച്ചായിരുന്നു സുബഹി നമസ്കരിച്ചിരുന്നത് മുശാവറയുടെ ദിവസം. കാൽനടയായി ആ പാവപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ മറക്കാൻ പാടില്ല. നമ്മള് വെറുതെ അല്ല കേരളത്തിൽ സമസ്ത ഇങ്ങനെ വളർന്നു വന്നത്. നമ്മളൊന്നും പ്രസംഗിച്ചിട്ടില്ല, നമ്മളൊന്നും വളർത്തിക്കൊണ്ട് വന്നതല്ല. മറിച്ച് നമ്മളൊക്കെ ആ സംഘടന ശരിക്കും അതിന്റെ റൂട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം വന്ന പ്രഭാഷകരാണ്. നമ്മൾ അതിന്റെ പേരിൽ അറിയപ്പെട്ടവരാണ്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് നമുക്ക് ഈ തറ ഉണ്ടാക്കി തന്നത്. ആ തറ തകർന്നാൽ എല്ലാം തകരും. ആ തറയിൽ നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ വളർന്നു വന്ന ആളുകൾ സമസ്തയെ പാരവെക്കാൻ ശ്രമിച്ചതാണ് അപകടം. അവസാനം അവർ ചെന്നപ്പെട്ടപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ശരിക്കും ഫലിച്ചതല്ലേ നമ്മൾ കാണുന്നത്. സമസ്തക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ എന്ന വചനം വല്ലാത്തതാണല്ലോ. അതിന്റെ ഒറ്റ കാരണം ഇന്ന് അവർക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുന്നുണ്ട്. ഒരു മഹലിൽ അവരാദ്യം പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ തിരുവേഷമാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി കൈമാറി. സനദ് ചോദിച്ചു, ഒരു പട്ടിക വായിച്ചു. അത് സനദല്ലെന്ന് പറഞ്ഞു, അവർ സമ്മതിച്ചു. പിന്നെ അത് എവിടെയുണ്ടെന്ന് ചോദിച്ചു, സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വിദേശത്താണെന്ന് പറഞ്ഞു, അബുദാബിയിലാണെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. അവസാനം നമ്മൾ കണ്ടെത്തി അത് ബോംബെയിൽ നിന്ന് ഒരു തെരുവ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. കേവലം ഒരു തെരുവ് കച്ചവടക്കാരന്റെ കയ്യിൽ. സത്യമതല്ലേ? അതിന്റെ കാരണം കൊണ്ട് തന്നെയല്ലേ നിങ്ങളൊക്കെ നാട്ടിലുണ്ടാകുമല്ലോ, ഓരോരുത്തരുടെയും നാട്ടിലുണ്ടാകുമല്ലോ എഴുതി വെച്ചിട്ട് ഷഹറെ മുബാറക് മസ്ജിദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടാവും ഷഹറെ മുബാറക് മസ്ജിദ്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പക്ഷെ തറക്കലിട്ടപ്പോ ഷഹറെ മുബാറക് എന്ന പേരില്ല. തറക്കലിട്ടപ്പോ ഷഹറെ മുബാറക് എന്ന പേരില്ല. എന്തേ? അവരുടെ കൂട്ടത്തിൽ നിന്നു തന്നെ ചില ആളുകൾ വിയോജിച്ചു. എന്താ വിയോജിക്കാൻ കാരണം? എത്ര എങ്ങനെയാണെങ്കിലും ശരി തർക്കം അതിനുള്ളിലുണ്ട് എന്നതുകൊണ്ട് തന്നെ. ഇയാള് പറഞ്ഞു എന്നതല്ലാതെ അവർക്ക് മുമ്പിൽ ഒരു തെളിവില്ല. ഈ യഥാർത്ഥ തെളിവിനെ നിഷേധിക്കാൻ അവർക്ക് സാധ്യമല്ല. അവ അവസാനം അവരുടെ കൂട്ടത്തിൽ അല്പം ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു തർക്ക വിഷയമായതുകൊണ്ട് നമുക്ക് ആ പേര് മാറ്റിവെക്കാം. നമുക്ക് ഷഹറെ മുബാറക് എന്ന പേര് മാറ്റിവെച്ച് തൽക്കാലം നമുക്ക് മസ്ജിദുൽ ആഥാർ എന്നിടാം. അതാണ് അവര് തമ്മിൽ തർക്കിച്ചപ്പോ സത്യം പുറത്തു വന്നു. അറബിയിൽ ഒരു ചൊല്ലുണ്ട്,
ഇതാ തഹാസമൽ ലിസാനി ലഹറൽ മസ്റൂഖ്. രണ്ട് കള്ളന്മാർ തമ്മിൽ തർക്കിച്ചാൽ കട്ട മുതൽ പുറത്തു വീഴുന്നു. അത് അറബിയിൽ ചൊല്ല, എന്നെ കുറ്റം പറയണ്ട. അങ്ങനെയാണ്. ഇതാ തഹാസമ അൽ ലിസാനി, രണ്ട് കള്ളന്മാർ തമ്മിൽ തർക്കിച്ചാൽ ലഹറൽ മസ്റൂഖ്, കട്ട മുതൽ പുറത്തിയാണ്. അത് ഉറപ്പല്ലേ? അവരെ ഉള്ളിൽ തന്നെ ചില ആഭ്യന്തരമായ തർക്കങ്ങൾ ഉണ്ടായി. അപ്പൊ അതിന്റെ യഥാർത്ഥം പുറത്തു വന്നു. അത് സ്വാഭാവികമാണ്. ആ യഥാർത്ഥം പുറത്തു വന്നപ്പോ ബോർഡ് എഴുതി വെച്ച കുട്ടികളൊക്കെ നിരാശരായി. ബോർഡ് എഴുതി വെച്ച കുട്ടികളൊക്കെ നിരാശരായി എന്ന് മാത്രമല്ല, ഷൈർ മുബാറക് എന്ന പേര് പോലും എവിടെയും കേൾക്കാനില്ല. വെറും മസ്ജിദുൽ അഖ്സ. അപ്പോൾ ഇത് സത്യമാണ് എന്ന് അവർക്ക് തന്നെ വിശ്വാസമില്ല. അതിന് തെളിവാണല്ലോ ഇപ്പൊ കണ്ടത്. 2-2.5 വർഷം അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി പണം ചെലവഴിച്ച ഒരാൾ ഇപ്പൊ പരസ്യമായി പറഞ്ഞു. അതിങ്ങനെയാണ്. പരസ്യമായി ആ കാസറ്റ് മാത്രം കേട്ടാൽ മതി. ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിലെ പൂർവ്വകാല പൈതൃകത്തെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ പ്രചരണം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരിക്കലും അത് പറ്റില്ല. കണ്ണീർ സാധിച്ച സംഘടനക്ക് പറ്റില്ല. നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് നോക്കൂ. വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് നേടണോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചെന്ന പൈതൃകമേതാ? തന്റെ കുട്ടി മരിച്ച ദിവസം സൂര്യഗ്രഹണം സംഭവിച്ചു. തന്റെ കുഞ്ഞ് മരിച്ചപ്പോ, ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോ സൂര്യഗ്രഹണം ഉണ്ടായി. ഗ്രഹണം ഉണ്ടായപ്പോൾ അന്ധവിശ്വാസികൾ ധരിച്ചു വശായി മുഹമ്മദിന്റെ കുട്ടി മരിച്ചു, ദൈവം ദുഃഖിച്ചിരിക്കുന്നു. മുഹമ്മദിന്റെ കുട്ടി മരിച്ചപ്പോൾ ദൈവം ദുഃഖിച്ചുവെങ്കിൽ മുഹമ്മദ് സാധാരണക്കാരനല്ല. അവർ വിശ്വസിക്കാൻ തയ്യാറായി. ഇന്നലെ വരെ നബി തങ്ങളെ എതിർത്ത ആളുകൾ വിശ്വസിക്കാൻ സജ്ജരായി മുന്നോട്ട് വരിക. ഇന്നലെ വരെ നബി തങ്ങളെ എതിർത്ത ആളുകൾ വിശ്വസിക്കാൻ സജ്ജരായി മുന്നോട്ട് വരും. അങ്ങനെ സജ്ജരായി മുന്നോട്ട് വരുമ്പോഴോ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തുതിരൊന്നും മിണ്ടാതിരുന്നാൽ മതിയല്ലോ. ഒന്ന് മൗനം പാലിച്ചാൽ മതി. നബി തങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ എത്രയോ പുതിയ അനുയായികളെ ദീന് കിട്ടും. പക്ഷേ അങ്ങനെ വ്യാജം വിശ്വസിച്ചുകൊണ്ട് ഒരാളെ ദീനിനെ വേണ്ട. നബി തങ്ങൾ മനസ്സാ തീരുമാനിച്ചു. അവരോട് തുറന്നു പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമർ ആയത്താനു മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻഖസിബാനി ബിമൗതിൻ വലാ ബിഹയാത്തിൻ. ഒരു ജനനം കൊണ്ടോ ഒരു മരണം കൊണ്ടോ ഒരിക്കലും അതിന് ഖുസൂഫ് അല്ലെങ്കിൽ ഖുസൂഫ് ബാധിക്കുന്നില്ല. സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ബാധിക്കില്ല കൂട്ടരെ. അതുകൊണ്ട് നിങ്ങൾ എന്റെ കുട്ടി മരിച്ചത് കൊണ്ടാണ് ദൈവം ദുഃഖിച്ചതെന്ന് കരുതിക്കൊണ്ട് മുസ്ലിമാകാൻ വരണ്ട. തിരുത്തിയവരെ. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ഒരു തെറ്റ് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ട ആവശ്യമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ലേ അവർ പറയേണ്ടത്? വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരാളെ ദീനിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഈ വെണ്ണം മുക്കി എത്ര ആൾക്ക് അവർ കുടിക്കാൻ കൊടുത്തു. ഇപ്പൊ അവരെന്നെ പറയുന്നത് എന്താ? ഇതൊരു മുസ്ലിമിന്റെ മുടിയാന്ന് തന്നെ ഉറപ്പില്ല. എന്താ പിന്നെ കുടിച്ച ആൾക്കാർ പറയേണ്ടത്? ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലേ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കും. പിന്നെ എന്താണ് ഈ സത്യം മനസ്സിലായിട്ടും അവർ തുറന്നു പറയാതിരിക്കുന്നത്? അതിലൊരു ലോജിക്ക്, അതൊരു ദുരഭിമാനം. ഞാൻ പലപ്പോഴും എന്റെ വേദിയിൽ അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചരിത്രമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക. മുസൈലിമത്തുൽ കദ്ദാബ് നബിയാണെന്ന് വാദിച്ചു, പരസ്യമായി വാദിച്ചു. എന്ത് വാദം നിങ്ങൾ നടത്തിയാലും ശരി, അതിനെ പിന്തുണക്കാൻ കുറച്ച് ആൾക്കാർ. നിങ്ങൾ കൂടുന്ന ഒരാൾ നബിയാന്ന് വാദിച്ചു നോക്കും, കുറച്ച് ആൾക്കാർ കൂടണം. ഏറ്റവും ചുരുങ്ങിയ നാട്ടുകാരെങ്കിലും 10 ആൾക്കാരുണ്ടാവും. അത് ഉറപ്പല്ലേ? അതെങ്ങനെയാണല്ലോ. മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകനാന്ന് വാദിച്ചപ്പോ അവന്റെ പിന്നാലെ അവന്റെ നാട്ടുകാർ കുറച്ചാൾ കൂടി. അങ്ങനെ അത് വലിയ സംഘമായപ്പോ അവരുടെ കൂട്ടത്തിൽ തന്നെ നാട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യം തിരിയുന്ന ആൾക്കാർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നമ്മളെ മുസ്ലിം നബിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളുന്നില്ല കേട്ടോ. ഗോത്ര തലവനോട് ചെന്നിട്ട് പറഞ്ഞു, നമ്മുടെ മുസ്ലിം നബിയാന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇയാൾക്കറിയാം ഈ കുട്ടിക്ക് മുസ്ലിമെ ശരിക്കറിയാം. അയാൾ അവരോടുള്ള സത്യം പറഞ്ഞ, മോനെ വല്ലാഹി അന്ന മുസ്ലിമത്തൽ കദ്ദാബ്, മുസ്ലിമ കള്ളം തന്നെയാ. അന്ന മുഹമ്മദ് അല്ല സ്വാദിഖുൻ, മുഹമ്മദ് നബി സത്യപ്രവാചകന്റെ സംഗതി അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, മുഹമ്മദ് നബി സത്യപ്രവാചകനാണ് നിങ്ങൾ പറയാം, മുസ്ലിമ കള്ളനാ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും, പിന്നെ എന്തിനാ അവന്റെ പിന്നാലെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അതിന് ഈ കാരണൂർ പറഞ്ഞൊരു മറുപടി ഉണ്ട് താരീഖിന്റെ കിതാബിൽ. എന്താ പറഞ്ഞെന്നറിയോ? വലാകിന്ന കദ്ദാബ റബിയത അഹബ്ബു ഇലൈനാ മിൻ സ്വാദിഖി മുദർർ. എടാ, മുദർർ ഗോത്രമാകുന്ന അവരെ ഗോത്രത്തിൽ ഒരു സത്യപ്രവാചകൻ ഉണ്ടാവുന്നതിനേക്കാൾ നമ്മളെ ഗോത്രത്തിൽ കള്ളനായിട്ടുള്ള ഒരു നബി ഉണ്ടാവില്ലടാ നമുക്ക് നല്ലത്. അതിന് മറുപടി ഇല്ല. ആ രോഗത്തിന് ചികിത്സയില്ലല്ലോ. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഒരു സത്യപ്രവാചകൻ ഉണ്ടാതിനേക്കാൾ അഹബ്ബു ഇലൈനാ മിൻ സ്വാദിഖി മുദർർ. അങ്ങനെ തന്നെ താരീഖിന്റെ കിതാബ് കാണാൻ കഴിയും. നമ്മുടെ കൂട്ടത്തിൽ ഒരു കള്ളപ്രവാചകൻ ഉണ്ടാവുന്നതല്ലേ നമുക്ക് ഗുണകരം. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് അവർ പ്രകടിപ്പിക്കുന്നത്. കാരണം സംഘടനാപരമായ താല്പര്യം. അതുകൊണ്ടാണ് ശക്തമായി ഇതിനെ എതിർത്ത് രഹസ്യമായി പറഞ്ഞ ആള് പോലും പരസ്യമായി വേദിയിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് നബിന്റെതാണ് ഞാൻ ഉറപ്പാണ്. കണ്ടത് നിങ്ങൾ? എന്താ തെളിവ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത്? അദ്ദേഹമാണെങ്കിലോ ഒരുപാട് വ്യാജങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയുമാണ്. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വ്യക്തിപരമായ വിഷയങ്ങളല്ല ഇവിടെ ഉള്ളത്. ഞാൻ തിരിച്ചു വരുന്നു പറഞ്ഞ വിഷയത്തിലേക്ക്. ഇവിടെ പവിത്രത എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇസ്ലാം പവിത്രമാണ്. ആ പവിത്രതയുടെ പാതയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ ദുരഭിമാനവും അതുപോലെയുള്ള സംഘടനാപരമായ കക്ഷിത്വ താല്പര്യങ്ങളുമാണ് അപകടമുണ്ടാക്കുന്നത്. സമത്വ അത്തരം ഒരു താല്പര്യവും വെച്ച് പുറത്തിയിട്ടില്ലല്ലോ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അത്തരം ഒരു താല്പര്യം പഠിപ്പിച്ചോ? ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ 9300-ൽ പരം മദ്രസകൾ,
1 ലക്ഷത്തിൽ പരം മുഅല്ലിമീങ്ങൾ, 12 ലക്ഷത്തിലധികം പഠിതാക്കൾ. ഈ ബൃഹത്തായ സംവിധാനത്തിലൂടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ നൽകിക്കൊണ്ട് മുഅല്ലിം ക്ഷേമനിധി, അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രദേശത്തും പള്ളികളും മദ്രസകളും അതിനനുബന്ധമായി കൊണ്ട് ആവശ്യമായ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ സംവിധാനം, അതോടൊപ്പം ദർസ് സംവിധാനം. നമ്മുടെ ഈ പ്രാസ്ഥാനിക വീഥികളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്ന സേവനത്തിന് തുല്യതയുണ്ടോ? സുന്നി മഹല്ല് ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, SKSM തുടങ്ങിയ സമസ്തയുടെ പോഷക ഘടകങ്ങള് ഒരു പ്രദേശത്തെ ജനകീയമായ ഇസ്ലാമിക പ്രബോധന രീതിയും അക്കാദമികമായ പ്രബോധന രീതിയും സമസ്ത ഏറ്റെടുത്തിരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചാനലിലൂടെ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ വളർന്നു വരുന്ന കുട്ടികളെ നോക്ക് നിങ്ങൾ. വാഫി കോഴ്സ് പഠിച്ച കുട്ടികൾ ഇവിടെ ഇല്ലേ? ഉദവികൾ ഇവിടെ ഇല്ലേ? എല്ലാ സർവകലാശാല ബിരുദമെടുക്കുന്നത് പോലെ 2 വിദ്യാഭ്യാസവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭരും പ്രമുഖരുമായ കുട്ടികൾ, ഏതെങ്കിലും ഒരു UGC അംഗീകരിച്ച ബിരുദം, ബിരുദാനന്തര ബിരുദം, അതോടൊപ്പം തന്നെ മതപരമായ പാണ്ഡിത്യം, 3 സിലബസ് പ്രകാരം എന്ന മനോഹരമായി സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ദാറുൽ ഹുദ സിലബസ്, മറ്റൊന്ന് വാഫി സിലബസ്, മറ്റൊന്ന് മനോഹരമായി ജാമിയയുടെ ജൂനിയർ കോളേജ് സിലബസ്. ഈ 3 മേഖലയിലൂടെ കടന്നു വരുന്ന കുട്ടികൾ ഒരു വിപ്ലവമാണ് ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലൂടെ എത്ര കുട്ടികൾക്ക് ഇൽമു പകർന്നു കൊടുക്കാൻ കഴിയുന്നു നമുക്ക്. വഫിയ കോഴ്സിലൂടെ അതുപോലെ നമ്മുടെ വനിതാ കോളേജുകൾ സജീവമായി മുന്നോട്ട് വരുന്നു. പലരും പറഞ്ഞു സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസപരമായി സമൂഹത്തെ പുറകോട്ട് നയിച്ചു. തെറ്റാണത്. ആദ്യമായി പെൺകുട്ടികൾക്ക് മദ്രസ വ്യവസ്ഥാപിതമായി നടപ്പാക്കിയത് സമസ്തയാണ്. സമസ്തയുടെ 1ാമത്തെ മദ്രസ പുതുപ്പറമ്പിലാണെങ്കിൽ 2ാമത്തെ മദ്രസ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മദ്രസത്തുൽ ബനാത്ത് പറവണ്ണ, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം മദ്രസ. വളരെ വ്യക്തമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം നോക്ക് നിങ്ങൾ. ഇംഗ്ലീഷ് പഠിക്കരുതെന്ന് സമസ്ത പറഞ്ഞിരിക്കുന്നു എന്ന് ചിലര് പറഞ്ഞു. താനൂർ ഇസ്ലാഹുൽ ഉലമ അറബി കോളേജിന്റെ വാർഷിക സമ്മേളനത്തിന്റെ രേഖ എടുത്ത് പരിശോധിച്ചാൽ കാണാം. അതിന്റെ 3ാം വാർഷിക സമ്മേളനത്തിൽ ഒരു പ്രമേയം ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആളെ നിയമിച്ചു തരണം. ബ്രിട്ടീഷുകാരോടൊന്ന് ആവശ്യപ്പെടുന്നു. ശംസുലമ മനോഹരമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമായിരുന്നല്ലോ. മഹാനായ വരക്കൽ മുലക്കോഴ്ത്തകളല്ലേ സർ വില്യം ലോഗന് വേണ്ടി മലബാർ മാനിൽ പരിഭാഷപ്പെടുത്താൻ, മലബാർ മാനിൽ എഴുതാൻ തുഹ്ഫത്തുൽ മുജാഹിദിന്റെ വരികൾ ഭാഷാന്തരപ്പെടുത്തി കൊടുത്തത്. മനോഹരമായ ചരിത്രം പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ നേടിയെടുത്തതുപോലെ ഔന്നത്യമാർന്ന ഇസ്ലാമികമായ വിപ്ലവം മറ്റാണ് നേടിയെടുത്തു. അതാ നമ്മൾ പഠിക്കേണ്ടത്. ആ ഇസ്ലാമിക ബോധം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേതാണ്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് ഭാഗ്യമുണ്ടായിരിക്കുകയല്ലേ? ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി സേവനം ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കുകയല്ലേ? ഞാൻ അവസാനിപ്പിക്കുന്നില്ല, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം സമസ്തയുടെ ചരിത്രം അവസാനിക്കില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം വീണ്ടും പോവുകയാണ്. ഇന്ന് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ കൊച്ചു കേരളക്കരയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവാസികളായ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നമ്മുടെ പത്രവും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ അതിൻ്റെതായ ചാനലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മദ്രസ വിദ്യാഭ്യാസ രംഗത്തും ദർസി വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ കുട്ടികളെ സജ്ജീകരിച്ച് നിർത്തുമ്പോൾ മാത്രമേ ഈ മതപരമായ പരിപ്രേക്ഷ്യത്തിൽ കുട്ടികളെ നിർത്താൻ പറ്റും. എന്തേ മറ്റു പ്രദേശങ്ങളിലെ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ചു പോയത്? മതപരമായ ആഴത്തിലുള്ള ബോധമില്ലാത്തത് കൊണ്ട് തന്നെ. ശരിക്കും മതപരമായ ബോധമുണ്ടെങ്കിൽ ഈ സംഘബോധം ഉണ്ടാകും. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹം ഭൂരിപക്ഷമുള്ള പ്രദേശമല്ലല്ലോ കേരളം. കേരളത്തെ നോക്ക് നിങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലാണ്, അത് കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലാണ്, പിന്നെ ബീഹാറിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ആസാമിലുമുണ്ട് മുസ്ലിമീങ്ങൾ. ആസാം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് കോട്ട പോലും കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളുള്ളത് 6ാം സ്ഥാനത്താണ് മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ കീഴിൽ. മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളം ഇന്നത്തെ സെൻസസ് പ്രകാരം 6ാം സ്ഥാനത്താണ്. 5 സംസ്ഥാനങ്ങളിൽ കേരളത്തിലേക്കാൾ മുസ്ലിങ്ങൾ കൂടുതലുണ്ട് ഇന്ത്യയിൽ. എന്തേ അവിടെ ഇസ്ലാമിന്റെ ഒരു നവോത്ഥാനം നടക്കാതിരിക്കുന്നത്? നേതാക്കളില്ലാത്തത് കൊണ്ടാണോ? അവസരങ്ങളില്ലാത്തത് കൊണ്ടാണോ? സമ്പന്നരായ മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് എന്തുകൊണ്ട് അവിടെ അങ്ങനെ നടക്കുന്നില്ല? അതിന്റെ ഒറ്റ കാരണം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇതുപോലെ നേതൃത്വം കൊടുക്കാൻ പണ്ഡിതന്മാരും ഉമറാക്കളും സാധാരണക്കാരും കൈകോർത്ത് പിടിക്കുന്ന ഒരു സംവിധാനമില്ല. നമ്മൾ നേടിയെടുത്ത ഏറ്റവും വലിയ നവോത്ഥാനം അതാണ്. ആ നവോത്ഥാനത്തിന്റെ വീതിയിൽ സമസ്ത അർപ്പിച്ച സേവനം അത് സമൂഹത്തിൽ തെര്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ടെന്ന ഈ പ്രമേയം. ലോക മുസ്ലിം സമൂഹം ഇസ്ലാമികമായ പൂർവ്വകാല പൈതൃകത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മളാണ് ലോകത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചു കൊടുത്തവർ. ഇബ്നുൽ മാജിദിന്റെ മാപ്പില്ലെങ്കിൽ വാസ്കോ ഡി ഗാമ കോഴിക്കോട്ട് വരില്ല എന്നത് ചരിത്രമല്ലേ? അമീറുൽ ബദർ എന്ന് പറയുന്ന അഡ്മിറൽ എന്ന പദം പോലും സംഭാവന ചെയ്ത നമ്മൾ ലോകത്ത് സഞ്ചാര സാഹിത്യം എഴുതി. ലോകത്ത് വിജയ വീതിയിൽ ഒരുപാട് സംഭാവന കൽപ്പിച്ച മുസ്ലിം സമൂഹം ഒരുപാട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി, ഒരുപാട് രചനകൾ നടത്തി. നമ്മുടെ മഹത്വക്കളായ പണ്ഡിതന്മാർ എഴുതി വെച്ച രചനകളൊക്കെ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഗവേഷണ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കൂ. പണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഒരു രാജ്യം പരാജയപ്പെട്ടാൽ മറു രാജ്യത്തോട് ആവശ്യപ്പെട്ടിരുന്നത് അവിടെയുള്ള പുസ്തക ശേഖരമായി. ആ രീതിയിൽ ഗ്രന്ഥപ്പുരകൾ ഒരുക്കിക്കൊണ്ട് അവിടെ ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് വഖഫ് സ്വത്തിലൂടെ പണം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കി.
മുസ്ലിം സമൂഹത്തിന്റെ പഴയകാല വഖഫിൽ നിന്നല്ലേ ലോകത്ത് ആധുനിക ട്രസ്റ്റ് സംവിധാനം പോലും ആർജിച്ചെടുത്തത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാറ്റിന്റെയും മാതൃകയായി നിന്നവർ നമ്മളാണ്. നവോത്ഥാനത്തിന്റെ ശില്പികൾ നമ്മളാണ്. ഈ സമൂഹത്തിന് ദിശാബോധം കൊടുത്തവർ നമ്മളാണ്. പക്ഷേ നമ്മൾ ഇന്ന് പുറകോട്ട് പോകുന്നു, നമ്മളിന്ന് ഭിന്നിക്കുന്നു, തമ്മിലടിക്കുന്നു. തിരിച്ചു വരണം നമ്മൾ നമ്മുടെ ഐക്യത്തിലേക്കും ഒരുമയിലേക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അടുത്ത വർഷം 2014 ഏപ്രിലിൽ കാസർഗോഡ് വെച്ച് നടത്തുന്ന നമ്മുടെ മഹാസമ്മേളനത്തിന്റെ പ്രചാരണത്തിലും പ്രവർത്തനത്തിലും നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഇത് സംഘടിപ്പിച്ചവർക്ക്, ഇതിനുവേണ്ടി ഒത്തുകൂടിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹതപ്പെട്ട പ്രതിഫലം നൽകുമാറാവട്ടെ. ഇവിടെ നമ്മൾ ഒരു സുഹൃത്ത് സൂചിപ്പിക്കാൻ ആവശ്യപ്പെട്ട കാര്യം, അതിന്റെ വിഷയത്തിന്റെ ഭാഗമായി വരേണ്ടതാണെങ്കിലും സമയത്തിന്റെ കുറവ് കൊണ്ട ആസാമിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ മാതൃകയിലുമൊക്കെ ദാറുൽ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ ഇപ്പോൾ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്ത്, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ, അപ്രകാരം തന്നെ മഹാരാഷ്ട്രയിലൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രവർത്തകരാണ് അങ്ങോട്ട് പോയി പ്രബോധനം നിർവഹിക്കുന്നത്. അതിന്റെ കാരണം എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് അവർക്ക് വേണ്ടത് ഇത്തരം പ്രബോധനങ്ങളാണ്. ഇത്തരം പ്രബോധനങ്ങൾ നടത്താൻ കെൽപ്പുറ്റ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വരെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചു. നമ്മുടെ വാഹിസുറസും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല ദഅ്വാ പ്രവർത്തന വാർത്തെടുക്കുന്ന ദഅ്വാ സെന്ററുകളായി നമ്മുടെ സ്ഥാപനങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനൊക്കെ പ്രചോദനമേകുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ നല്ല പ്രോത്സാഹനവും അതുപോലെ തന്നെ കേവലം സാമ്പത്തിക പ്രോത്സാഹനം മാത്രമല്ല, നിങ്ങളുടെയൊക്കെ മനസ്സാ പ്രാർത്ഥന, അതുപോലെ തന്നെ ഐക്യ മനോഭാവം ഉണ്ടായിരിക്കണം. തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു സന്ദേശ പ്രചരണം കൂടിയാക്കി ഈ സമ്മേളനത്തെ ഇതിന്റെ പ്രചരണത്തിൽ നിന്ന് മാറ്റണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അർഹമറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇവിടെ നിതാക്കാത്ത പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ട് വിഷമിക്കുന്ന സാധു സഹോദരങ്ങളുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ഇവിടെ കടന്നു വന്ന ആളുകൾ. പലരുടെയും കാര്യം ആലോചിക്കുമ്പോൾ വളരെ കട്ടപ്പാടാണ്. ഇന്തകാത്തിന്റെ പ്രശ്നങ്ങളും അനുബന്ധ കാര്യങ്ങളും ഒക്കെ വന്നപ്പോ സംസാരിക്കുന്ന പല ആളുകളും കണ്ണീരോടുകൂടി പലപ്പോഴും ഹജ്ജിന് വന്നുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. കരച്ചിൽ വരും. ജീവിതത്തിൽ ഒന്നും നേടാത്ത ആളുകൾ, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇവിടെ വന്ന ആളുകൾ, അർഹമറാഹിമായ തമ്പുരാനെ അവൻ കട്ടപ്പാട് തീർത്തു കൊടുക്കണേ തമ്പുരാനെ, അവരെ വിഷമം തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഐക്യത്തിന് മുൻപേലുമാക്കണേ തമ്പുരാനെ, ഇസ്സത്തിലാക്കണേ തമ്പുരാനെ. ജീവിതമാർഗം തടഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്ന റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന സാധുക്കൾ ഉണ്ടാകും. അർഹമറാഹിമായ തമ്പുരാനെ, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന ഗതിയിലേക്ക് തളർത്തുന്ന റബ്ബേ, ഇസ്സത്തോടെ ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. പടച്ചവനെ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്. ഞങ്ങളെ ഈ നിലയിലെത്തിച്ച ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ തമ്പുരാനെ. ഞങ്ങളും ആ ഖബറിലേക്ക് വരുമ്പോ ഖബർ നീ പ്രകാശപൂരിതമാക്കി തരണേ അല്ലാഹ്. ഈ കൂടിയവരിൽ ഞങ്ങളുടെ ബന്ധുക്കളിലും പിതാക്കളിലും മാതാക്കളിലും ഭാര്യമാരിലും ഭർത്താക്കളിലും ഒക്കെ പലതരം രോഗങ്ങളുമുള്ള ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമറാഹിമായ തമ്പുരാനെ, ആ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും ഒരുമിച്ച് നശിപ്പിക്കുന്ന രോഗങ്ങളല്ല തമ്പുരാനെ. പടച്ചവനെ, നീ തന്ന രോഗം നീ തന്നെ തിരിച്ചെടുക്കണേ അല്ലാഹ്. ദീർഘനാൾ രോഗിയായി കിടന്ന ബന്ധുക്കൾ കറപ്പായി വെറുപ്പായി ഇതൊന്ന് മരിച്ചു കിട്ടണമെന്ന് കരുതപ്പെടും വിധം ഞങ്ങളെ നീ കടത്തി നരകിപ്പിക്കല്ല തമ്പുരാനെ. മറ്റൊരാൾക്ക് ഭാരമാക്കി ഞങ്ങളെ കടത്തി നരകിപ്പിക്കല്ല അല്ലാഹ്. ഇസ്സത്തോടെയുള്ള ഒരു ജീവിതവും കാമിലായ ഈമാനോടെയുള്ള ഒരു മരണവും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അറിവിന്റെ കുറവ് കൊണ്ട് സംഭവിച്ചു പോകുന്ന അപാകതകളെ പുറത്തു തരണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീ